ദൈവമേയൻ ഉള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേയൻ ഉള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്ക് പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്ക് പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നിന്റെ യാഗപീഠങ്ങൾ നീവൽ പക്ഷിക്കും, ചെറുകുരുകിലിനും ഒരു സങ്കേതം. നിന്റെ യാഗപീഠങ്ങൾ നീവൽ പക്ഷിക്കും, ചെറുകുരുകിലിനും. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്ക് പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്ക് പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. കാലം കർത്താവ് തന്റെ വലിയ തന്നെ നമ്മുടെ മതി അയച്ച് ദൈവത്തിൻ്റെ ആത്മാവധി ശക്തമായി തൻ്റെ ഭക്തനെ കൂടെ നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങളെ ഓർത്തൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. ഇന്ന് രാത്രികാലവും കർത്തൃപാർപ്പിടത്തിലായിരിക്കുന്ന കർത്താവിൽ വലിയൊരു ദാസന്മാർ ദിവസമല്ലായിരുന്ന എല്ലാ വിലപ്പെട്ട ദിവ്യനത്തിന് കർത്താവ് യേശു നാമത്തിൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയുടെ പ്രതീക്ഷയോടെ ആയിരിക്കും. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒരു പാട്ടും കൂടെ പാടുന്നില്ല. കർത്തൃദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, തനിക്ക് കൈത്താങ്ങൽ നൽകുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർ, വേദിയിലായിരിക്കുന്ന ആദരണീയരും ശ്രേഷ്ഠരുമായ കർത്തൃദാസന്മാർ, വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളേവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ പകലും ഈ രാത്രിയിലും നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം എനിക്ക് നൽകിയ ഈ അവസരം ഒരു വലിയ പദവിയായി ഞാൻ കണക്കാക്കുന്നു. അതിനവസരമൊരുക്കിയ കർത്തൃദാസന്മാരോട്, വത്സല്യ സഭയോട് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് അവൻ നമ്മെ നിറയ്ക്കേണ്ടതിനായി എല്ലാ ദൈവമക്കളും അല്പനിമിഷം വായി തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. ആവശ്യബോധത്തോടെ, ആഗ്രഹത്തോടെ, സമർപ്പണത്തോടെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലാം. നമ്മുടെ ഉള്ള അവസ്ഥ ഉള്ളതുപോലെ അറിയുന്നൊരു ദൈവം, നമ്മുടെ സ്ഥിതി അറിയുന്നൊരു ദൈവം, നമ്മുടെ അവസ്ഥ അറിയുന്നൊരു ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ദൈവനാമം നമ്മളിൽ മഹത്വമെടുക്കുവാനിടയാകട്ടെ. സർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെ മടങ്ങുന്ന യേശു കർത്താവിൻ്റെ നാമത്തെ ഇന്ന് രാത്രി നാം ഒരുമിച്ച് ഉയർത്തി ആരാധിക്കുമ്പോൾ ദൈവനാമം നമ്മൾ മഹത്വമെടുക്കട്ടെ. ദൈവനാമം നമ്മിൽ മഹത്വമെടുക്കട്ടെ. അല്പനിമിഷമായി തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആത്മാവിൽ സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് മഹത്വമർപ്പിച്ചാട്ടെ. ഉടാദാന രഗദാ ഹന്ദാ രാജാ ഹൈഡാ രഗദാ ഓ റിഗാമാന ശംധാ രാജാ ഹൈഡാദാന റിഗാദാന ഓ രാധാനാദാ ഹൈഡാ രാധാ സന്ധാദാന ഹൈഡാദാന. ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന എല്ലാ പോരുകളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഓ ഹല്ലേലൂയ. ദൈവനാമത്തിൽ തടസ്സം നിൽക്കുന്ന എല്ലാ സ്വയപ്രശംസകളും, എല്ലാ അഹങ്കാരങ്ങളും, എല്ലാ ഉന്നത ഭാവങ്ങളും, എല്ലാ മുൻവിധികളും, എല്ലാ സ്വാർത്ഥതകളും, എല്ലാ ഞാനെന്ന ഭാവങ്ങളും, എല്ലാ ദേശ അധിപതി പോരുകളും യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഉടഞ്ഞു മാറി പോകട്ടെ.
കർത്താവിന്റെ നാമം മാത്രം ഉയർന്നിരിക്കട്ടെ, കർത്താവിന്റെ നാമം മാത്രം ഉയർന്നിരിക്കട്ടെ, ദൈവനാമം മാത്രം ഉയർന്നിരിക്കട്ടെ, ദൈവനാമം മാത്രം ഉയർന്നിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാദപീഠത്ത് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നപ്പാ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ നാമം ഞങ്ങളിൽ മഹത്വമെടുക്കണമേ. കർത്താവിന്റെ ശബ്ദം കേട്ട് സന്തോഷിപ്പാൻ, കർത്താവെ പ്രത്യാശ വർദ്ധിപ്പാൻ, നിത്യതയോട് അടുക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മഹത്വം അങ്ങയ്ക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വേഗത്തിൽ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നമ്മുടെ സമയത്തെ നമുക്ക് വർദ്ധിക്കാമല്ലോ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന് 36-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 36-ാം വാക്യം. മതി. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 10 verses 36. എബ്രായ ലേഖനം 10-ാം അധ്യായം 36-ാമത്തെ വാക്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഇനി വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിലിരിക്കുക. വാക്യം ഇങ്ങനെയാണ്: ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. പുതിയ നിയമസഭയ്ക്ക് കൈമാറിയിരിക്കുന്ന ഏറ്റവും മൂല്യമുള്ള അർത്ഥവത്തായ വളരെ ശക്തമായ ഭാഷയിൽ ഉപദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് പുതിയ നിയമസഭയ്ക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്ന എബ്രായ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വിശേഷാൽ ഇതിനകത്തെ എബ്രായ ലേഖനത്തിനകത്തെ പ്രയോഗങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് പുതിയ നിയമസഭയോട് എഴുതിയിരിക്കുന്ന, സഭയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശേഷാൽ സഭായോഗങ്ങളെ അലക്ഷ്യമാക്കരുത് എന്നുള്ള വാക്യങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വാക്യങ്ങൾ വളരെ കർശനമായി പുതിയ നിയമ വിശ്വാസിയോട് സമ്പാദിക്കുന്ന സംവാദനങ്ങളാണ്. ദൈവസഭ എങ്ങനെ ആയിരിക്കണം, ദൈവജനത്തിന്റെ മുൻപോട്ടുള്ള ഓരോ കാഴ്ചപ്പാടുകളും, സുവിശേഷത്താൽ വിടുവിക്കപ്പെട്ടവന്റെ ഓരോ ദൈനംദിന ജീവിതവും ഏതളവിലായിരിക്കണമെന്ന് ലേഖനങ്ങൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. എബ്രായ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് കൈമാറിത്തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. വാഗ്ദത്തം പ്രാപിക്കുക. യേശുവിനെ ആരാധിക്കുവാൻ രക്തത്തിന്റെ വിലകളായി തിരഞ്ഞെടുക്കപ്പെട്ട വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ ജനം വാഗ്ദത്തം പ്രാപിക്കുവാനുള്ള തത്രപ്പാടിലാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. വാഗ്ദത്തം പ്രാപിക്കുക. വാഗ്ദത്തം എന്ന് പറയുമ്പോൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ പാർക്കുന്നത്. വാഗ്ദത്തം എന്ന് കേട്ടാൽ ഉടനെ വീട് തരാമെന്നും വണ്ടി തരാമെന്നും പെണ്ണിനെ കെട്ടിക്കാമെന്നും ഏക്കർ കണക്കിന് വസ്തു തരാമെന്നും ഒക്കെ പ്രവാചകന്മാർ തലയിൽ പിടിച്ച് പറഞ്ഞ പല അംശോത്തര കാര്യങ്ങളുമാണ് വാഗ്ദത്തം എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. എന്നാൽ ഈ ലോകത്തിലെ താൽക്കാലികമായ കുറെ നേട്ടങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞ് വാഗ്ദത്തം എന്ന മഹത്വത്തെ ഒതുക്കിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ കർത്താവ് കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം എന്തുവാണെന്നറിയാമോ? ഒരാത്മീയനെ സംബന്ധിച്ച് നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നവനെ അവിടെ നിന്ന് വിടുവിച്ചെടുത്ത സ്വർഗത്തിലെ അപ്പച്ചൻ അവന് കൊടുത്ത കൈമാറിയ ഏറ്റവും പരമപ്രധാനമായ വാഗ്ദത്തം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലും ഭൗതികമല്ല, ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലും താൽക്കാലിക നേട്ടങ്ങളല്ല, അവസരം എന്നേക്കും നിലനിൽക്കുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ളതുമായ നിത്യതയെ കുറിച്ചുള്ള വാഗ്ദത്തമാണ് എനിക്കും നിങ്ങൾക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. അതാ നമ്മുടെ പ്രത്യാശ, അതാ നമ്മുടെ വാഗ്ദത്തം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓടുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ത്യാഗം മുഴുവൻ സഹിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ വലിയ വാഗ്ദത്തം പ്രാപിക്കണം നമുക്ക്. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ആ വാഗ്ദത്തം പ്രാപിക്കണം. ആ വാഗ്ദത്തം പ്രാപിക്കാൻ എങ്ങനെ സാധിക്കും? അതാ ഇന്ന് രാത്രി നമ്മുടെ ചിന്ത. ആ വാഗ്ദത്തം പ്രാപിക്കാൻ എങ്ങനെ സാധിക്കും? ഒന്നാമത്തെ വാചകം ദൈവ ഇഷ്ടം ചെയ്യുക. ദൈവം വെച്ചേക്കുന്ന വാഗ്ദത്തം പ്രാപിക്കേണ്ടതിന്, ദൈവം നൽകുന്ന വാഗ്ദത്തത്തിലേക്ക് കാലെടുത്ത് വയ്ക്കേണ്ടതിന്, നമ്പർ 1, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തിലായി, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ചർച്ചിൽ വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് അമ്മ ഇനി എൻ്റെ ഇഷ്ടത്തിന് പോകാം എന്ന് വിചാരിച്ചാൽ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയത്തില്ല. ദൈവസഭയ്ക്കകത്ത് കയറി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നടന്നാൽ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ ചേഷ്ടകൾക്കും അനുസരിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ട് വാഗ്ദത്തത്തിലേക്ക് എത്താൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ വളരെ ഗൗരവത്തോടെയാണ് പറയുന്നത്. അതിൻ്റെ അമിസ്വത്രം ഗൗരവമേറിയ ഭാഗം ദൈവമക്കൾ തള്ളിക്കളയരുത് കേട്ടോ. അമിസ്വത്രം വാഗ്ദത്തം പ്രാപിക്കാൻ എങ്ങനെ നടക്കണം? സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നടന്നാൽ പറ്റത്തില്ല. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നടന്നവരായിരുന്നു നമ്മൾ. ലേഖനത്തിനകത്ത് വാക്യങ്ങൾ ഞാൻ എടുത്തു വായിപ്പിക്കുന്നില്ല. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നടന്നവരാ നമ്മൾ. ലോകത്തിന്റെ ചേഷ്ടകൾക്കനുസരിച്ച് നടന്നവരാ നമ്മൾ. ലോകത്തിന്റെ താൽക്കാലിക നേട്ടങ്ങളുടെ പുറകാലെ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നും നേടുമെന്നും ഒക്കെ പറഞ്ഞ് കണ്ടതിന്റെയും കേട്ടതിന്റെയും ഒക്കെ പോയി ഒത്തിരി നാളുകൾ നമ്മൾ ചെലവഴിച്ചവരാ. അങ്ങനെയും ഇങ്ങനെയും ഒക്കെ നേരം ചെലവഴിച്ച ദൈവത്തിന്റെ പൈതല് ഇതിനകത്തേക്ക് പ്രവേശിച്ചെങ്കിൽ, ആത്മീയത്തിനകത്തേക്ക് വന്നെങ്കിൽ, ക്രിസ്തുവിനോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ട് അവനോട് ചേർന്നൊരു പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എങ്കിൽ, പുതിയ സൃഷ്ടിയായി ആത്മീയനായി ജീവിക്കുന്നു എങ്കിൽ, ഇനി എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാൻ പറ്റത്തില്ല. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ പറ്റത്തില്ല. എന്റെ ഇഷ്ടങ്ങളെ ക്രൂശിനോട് ചേർത്ത് തറച്ച് കൊന്നിരിക്കുകയാണ്. ഇനി ഞാൻ ജീവിക്കുന്നത് എന്റെ ഇഷ്ടപ്രകാരമല്ല. ഇനി ഞാൻ ജീവിക്കുന്നത് ദൈവ ഇഷ്ടപ്രകാരമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്ലീസ് എനിക്ക് പോയാൽ പറ്റത്തില്ല. അമിസ്വത്രം ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയാൽ പറ്റത്തില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയാൽ അത് പരാജയത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ പോകണം. ദൈവസഭയ്ക്കകത്ത് ദൈവ ഇഷ്ടപ്രകാരം ഗൈഡ് ചെയ്യപ്പെടുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അമിസ്വത്ര അവരെ കാണുമ്പോഴറിയാം. പക്ഷെ ഇന്ന് ദൈവസഭയ്ക്കകത്ത് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം ദൈവ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നവരെക്കാൾ അധികം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നവരാ ദൈവസഭയ്ക്കകത്തുള്ളത് ഭൂരിപക്ഷം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശു തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഒരു കൂട്ടം ദൈവജനത്തിൻ്റെ ഇടയിൽ അഥവാ സഭയ്ക്കുള്ളിൽ നടക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടമോ വ്യക്തിയുടെ ഇഷ്ടമല്ല. അമിസ്വത്രം ഹല്ലേലൂയ. വ്യക്തികളുടെ ഇഷ്ടമോ അമിസ്വത്രം നേതാക്കന്മാരുടെ ഇഷ്ടമോ അമിസ്വത്രം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യം ഒന്നുമല്ല ദൈവസഭയ്ക്കകത്ത് നടക്കേണ്ടത്. ദൈവസഭയ്ക്കകത്ത് നടക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ്. കുടുംബത്തിനകത്ത് നടക്കേണ്ട ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ്. തലമുറകളുടെ മേൽ വെളിപ്പെടേണ്ട ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ്. ഇന്ന് രാത്രി എത്ര പേരാ എൻ്റെ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നവരുണ്ട്? ദൈവത്തിന്റെ ഇഷ്ടം നമ്മിൽ വെളിപ്പെടാൻ ഇന്ന് രാത്രി എത്ര പേര് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക? ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി എന്താ ദൈവത്തിന്റെ ഇഷ്ടം? ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. എന്താ ദൈവത്തിന്റെ ഇഷ്ടം? 1 തെസ്സലോനിക്കർ 4:3 1 തെസ്സലോനിക്കർ 4:3 വേഗം വായിക്കണം ചില വാക്യങ്ങൾ. ദൈവത്തിന്റെ ഇഷ്ടം എന്താന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയുള്ളൂ. ഇനി ദൈവത്തിന്റെ ഇഷ്ടം എന്തുവാ? ദൈവത്തിന്റെ ഇഷ്ടം എന്റെയും നിങ്ങളുടെയും ശുദ്ധീകരണമാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ട് ശ്രദ്ധ മാറിപ്പോകല്ലേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാ. എന്തുവാ ശുദ്ധീകരണം? ഇന്നത്തെ കാലത്ത് അതിന് വല്ല പ്രസക്തി ഉണ്ടോ പാസ്റ്ററെ? ഇന്നത്തെ കാലത്ത് അതിത്ര ശക്തമായി പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്ന പരമപ്രധാനമായ ലക്ഷ്യം ശുദ്ധീകരണമാണ്. എന്തുകൊണ്ട്? ഞാനും നിങ്ങളും ആരായിരുന്നു? ഞാൻ മുമ്പേ ഒറ്റ വാക്കിൽ പറഞ്ഞു, അവൻ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നവരാ. അവിടോട്ട് ഇറങ്ങി വന്ന് അവിടെ നിന്ന് എന്നെ പിടിച്ചു കയറ്റിയ ഒരു കർത്താവുണ്ട്.
ഓ ശിഖാദാനമാസിയ. അവൻ എന്നെ അവിടുന്ന് വിടുവിച്ചെടുത്തപ്പോൾ അവൻ എൻ്റെ പാപത്തിന്റെ കറകളെ കഴുകി, എൻ്റെ മാലിന്യങ്ങളെ കഴുകി, എൻ്റെ തെറ്റുകളെ ക്ഷമിച്ച് അവൻ എന്നെ വിശുദ്ധനാക്കി ക്രിസ്തു എന്ന പാറ മേൽക്കൊണ്ട് നിർത്തി. ഹല്ലേലൂയ. ക്രിസ്തു എന്ന പാറമേൽ എന്നെ കൊണ്ട് നിർത്തിയ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇനിയും എൻ്റെ ജീവിതം വിശുദ്ധമായിരിക്കണം. Praise the Lord. 1 തെസ്സലോനിക്ക 4 അധ്യായത്തിന്റെ 7 വാക്യം എന്താ പറയുന്നത്? 7 വാക്യം, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ തിരഞ്ഞെടുത്തത്. ദൈവം നമ്മെ എന്തിനാ വിളിച്ചത്? ദൈവം നമ്മെ എന്തിനാ തിരഞ്ഞെടുത്തത്? അശുദ്ധിക്കല്ല, വിശുദ്ധിക്കാ വിളിച്ചത്. സ്തോത്രം, സ്തോത്രം. ദൈവസഭയ്ക്കകത്ത് കർത്താവിനെ ആരാധിക്കുവാൻ വേർതിരിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളിൽ ഗൗരവമേറിയ സത്യം മനസ്സിലാക്കാതെ പോകരുത്. എന്തിനാ കർത്താവ് നമ്മെ വിളിച്ചത്? ലോകത്തിൻ്റെ കുത്തൊഴുക്കിനനുസരിച്ച് ഒഴുകി നടക്കുന്ന ഒരു ജീവിതം നടത്താനല്ല. ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങൾക്കകത്ത് മുഴുകിക്കിടക്കുന്ന അമസ്വത്രം അമേലിൽ ഒരു വല്ലാത്ത ജീവിതം നയിക്കാനല്ല, കുഴഞ്ഞ ജീവിതം നയിക്കാനല്ല, ഇതിനകത്ത് കിടന്ന് കുഴയാനല്ല ദൈവം നമ്പുരാൻ എന്നെ തിരഞ്ഞെടുത്തത്. ചങ്കിലെ ചോര മറുവിലയായി കൊടുത്ത് അവൻ എന്നെ തിരഞ്ഞെടുത്തത്, അവൻ എന്നെ വിലയ്ക്ക് വാങ്ങിയത്. ഹല്ലേലൂയ. അശുദ്ധിക്കകത്തുനിന്ന് അവൻ എന്നെ തിരഞ്ഞെടുത്തത് ഞാൻ അവന് മുമ്പാകെ വിശുദ്ധനാകാനാണ്. ഹല്ലേലൂയ. ഒരുത്തൻ വിശുദ്ധനാണോ ഇല്ലയോ എന്ന് പുറമേ ഉള്ള വേഷം കെട്ടൽ കൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഹല്ലേലൂയ. പുറമേയുള്ള വേഷം കെട്ടൽ കൊണ്ട്, അഭിനയം കൊണ്ട് മനുഷ്യനെ കളിപ്പിക്കാം, പക്ഷെ ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. പുറമേയുള്ള അഭിനയം കൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ ആത്മീയം ചമയാം, പക്ഷെ ദൈവത്തിന് മുമ്പാകെ പരിപാടി നടക്കത്തില്ല. ഹല്ലേലൂയ. വിശുദ്ധനാണെന്ന് മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചാ പോരാ, വിശുദ്ധനാണെന്ന് ദൈവം പറയണം. Praise the Lord. മനുഷ്യന്റെ മുമ്പിൽ വിശുദ്ധനാകാൻ ഒരു വെള്ളയുടുപ്പ് മതി, ഒരു കഷ്ണം ബ്ലേഡ് മതി, അവസരം അല്പം ഉറക്കെ സ്തോത്രം പറഞ്ഞാൽ മതി, അല്പം ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാൽ മതി. പക്ഷെ ദൈവം വിശുദ്ധൻ എന്ന് പറയാൻ ഇതൊന്നും പോരാ. ദൈവം വിശുദ്ധൻ എന്ന് പറയാൻ ഇതൊന്നും പോരാ. ദൈവത്തിന് മുമ്പാകെ വിശുദ്ധനാകാൻ ഇതൊന്നും പോരാ. Praise the Lord. കാരണം ദൈവം നോക്കുന്നത് പുറമേ ഉള്ളത് മാത്രമല്ല, അകം കൂടെ ദൈവം നോക്കുന്നുണ്ട്. അന്തരംഗത്തെ അവൻ മനസ്സിലാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Praise the Lord. Praise the Lord. സങ്കീർത്തനക്കാരനായി ദാവീദ് പറയുന്ന ഒരു വാചകം എനിക്ക് വളരെ ഇഷ്ടമാണ്. 19-ാം സങ്കീർത്തന അതിന്റെ 12-ാം വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു വാചകമുണ്ട്. ഒന്ന് വായിച്ചു വിട്ടേക്കാമോ? 19-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? മറഞ്ഞിരിക്കുന്ന പാപത്തെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, മറഞ്ഞിരിക്കുന്ന പാപം. അതിന് കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ രഹസ്യ പാപം, രഹസ്യ പാപം. ഹല്ലേലൂയ. പുറമേ നോക്കുമ്പോൾ ഞാൻ വിശുദ്ധനാണ്, പുറമേ നോക്കുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണ്, പുറമേ നോക്കുമ്പോൾ എല്ലാം തികഞ്ഞവനാ, പക്ഷെ എന്റെ രഹസ്യ പാപങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ആരാണെന്ന് കാണുന്ന ഒരു ദൈവമുണ്ട്. Glory to God. Praise the Lord. ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ, ആത്മീയരായ സഹോദരങ്ങളെ. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ ദൈവാത്മ വ്യക്തമായി പറയുക, ദൈവത്തെ കളിപ്പിക്കാൻ ശ്രമിക്കരുത്. ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇത് ഇത്ര ശക്തമായി ഞാൻ പറയാനുള്ള കാരണം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. പെന്തക്കോസ്ത് തലമുറയിൽ പെന്തക്കോസ്തിൻ്റെ 3-ാം തലമുറക്കാരനായി ജനിച്ചു വളർന്നയാളാണ് ഞാൻ. അമിസദർ വല്യപ്പച്ചൻ മുതൽ പെന്തക്കോസ്തിനകത്ത് അമിസദർ സകല കാര്യങ്ങളും കണ്ടും കേട്ടും, ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതൽ മുട്ടുകാലം കഴിയുമ്പോൾ മുതൽ പെന്തക്കോസ്തിനകത്ത് സകല കാര്യങ്ങളും കണ്ടും കേട്ടും അറിഞ്ഞു. ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വളർന്നു വന്നയാളാണ്. അമിസോത്രം ആ പശ്ചാത്തലത്തിൽ വളർന്നു വന്നതുകൊണ്ട് അമിസോത്രം ഈ കൊല്ലൻ്റെ ആലയിൽ കിടക്കുന്ന പട്ടിക്ക് തീ വലിയ പേടിയില്ല എന്ന് പറയുന്നത് പോലെ അമിസോത്രം ഇതിനോടുള്ള ഗൗരവം നഷ്ടപ്പെട്ടു പോയ ഒരനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അമിസോത്രം ആദ്യമായി സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ട ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ ഞാനത് പറയാറുണ്ട്. അമിസോത്രം ആദ്യമായി സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ അമിസോത്രം പെന്തക്കോസുകാരനായി ഞാൻ അമിസോത്രം വേറെ 2 കൂട്ടുകാരും കൂടെ പിടിച്ചു, അവരും പെന്തക്കോസുകാരാണ്. ഞങ്ങൾ 3 പേരും കൂടെ അമിസോത്രം ഒരു വെള്ളിയാഴ്ച ദിവസം പുതിയ സിനിമ റിലീസായ ദിവസം ഒരു സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ.
അവസരം അവിടെ പോയി സിനിമയൊക്കെ കണ്ടിട്ട് വൈകിട്ട് അവസരം സ്കൂൾ വിട്ട് വരുന്ന പരുവത്തിൽ ഒന്നും അറിയാത്തതുപോലെ വളരെ കൂളായിട്ട് വൈകിട്ട് വീട്ടിൽ വന്ന് കയറി. അമ്മസോത്ര വീട്ടിൽ വന്ന് കയറി. അമ്മസോത്ര വന്ന് കയറിയപ്പോഴും അമ്മ പറയുന്നത് പെട്ടെന്ന് അമ്മസോത്ര പഠിക്കാനും എഴുതാനുള്ളതൊക്കെ പഠിച്ച് റെഡി ആയിക്കോണം, വൈകിട്ട് യോഗത്തിന് പോകണം. അമ്മസോത്ര ബഹുമാനപ്പെട്ട കോശി സാറിൻ്റെ വീട് എൻ്റെ വീടിന് തൊട്ടടുത്ത്. അമ്മസോത്രം അമ്മ പറഞ്ഞു, അമ്മസോത്രം അവിടെ വെച്ച് പ്രാർത്ഥന നടക്കുകയാ. പകൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട യോഗമായിരുന്നു. വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് പോകണം, പെട്ടെന്ന് റെഡി ആയിക്കോണം. അപ്പോൾ അതിന് കൂടുതൽ ഒരു വാചകം കൂടെ കൂട്ടിച്ചേർത്തു, നല്ലൊരു ദൈവദാസം വന്നിട്ടുണ്ട് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ വന്നിട്ടുണ്ടെന്ന് യോഗത്തിന്. സത്യം പറഞ്ഞില്ല എൻ്റെ ദൈവമക്കളെ, അമ്മസോത്രം എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. അമ്മസോത്രം ഞാൻ പറഞ്ഞു, അമ്മസോത്രം ഞാൻ വരുന്നില്ല, എനിക്ക് ഭയങ്കര തലവേദനയാ. അമ്മസോത്രം ഭയങ്കര തലവേദന, പെട്ടെന്നൊരു തലവേദന എങ്ങോന്നോ വന്ന് ഭയങ്കര തലവേദനയാന്ന് പറഞ്ഞു. അമ്മസോത്രം ഉടനെ എൻ്റെ അമ്മ പറഞ്ഞു, അമ്മസോത്രം തലവേദന യോഗത്തിന് ചെല്ലുമ്പോൾ മാറിക്കോളും, മര്യാദയ്ക്ക് ഒരുങ്ങി യോഗത്തിന് പോക്കോളെ. ഇന്നത്തെ പിള്ളേരെങ്ങാനും തലവേദന എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ഇവന് യോഗത്തിന് പോകത്തില്ലല്ലോ നമ്മളൊക്കെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അമ്മസോത്രം തലവേദന പറഞ്ഞു നോക്കിയിട്ട് രക്ഷയില്ല, വയറുവേദന പറഞ്ഞു, കാലുവേദന പറഞ്ഞു, ഒരു രക്ഷയില്ല. അമ്മസോത്രം അവസാനം അമ്മ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അമ്മ വൈകിട്ട് യോഗത്തിന് പോകാൻ നിർബന്ധിതനായി. അമ്മസോത്രം യോഗത്തിന് പോകുകയാണ്. വാസ്തവം പറഞ്ഞ് രാവിലെ ഞാൻ എവിടെയാണെന്ന് എനിക്ക് അറിയുള്ളൂ. അന്നത്തെ കാലത്ത് പ്രവാചകന്മാരുള്ള യോഗത്തിന് പോകാൻ പേടിയാം. ഇന്ന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. മുക്കിന് ഇഷ്ടം പോലെ പ്രവാചകന്മാരെ കിട്ടും. പക്ഷെ പണ്ടതല്ലല്ലോ. പ്രവാചകന്മാരുള്ള യോഗത്തിന് പോകാൻ ഒന്ന് ചിന്തിച്ചിട്ടേ പോകുള്ളായിരുന്നു. അമ്മസോത്ര പകല് ഞാൻ എവിടെയായിരുന്നെന്ന് എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് അമ്മസോത്രം പേടിച്ച് യോഗത്തിന് പോയത്. പക്ഷേ കൃപയാൽ അമ്മസോത്ര യോഗത്തിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ കിട്ടി. ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോ. അമ്മസോത്രം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. അമ്മസോത്രം എനിക്ക് വന്ന ഐഡിയ ഇതാണ്. അമ്മസോത്രം യോഗത്തിന് ചെന്ന് ഏറ്റവും ഫ്രണ്ടിൽ ചെന്നെങ്കിൽ ഇരിക്കുക. ഞാൻ പ്രയോഗിച്ച് നോക്കി ഫലം കണ്ട കാര്യമാണ് കേട്ടോ. അമ്മസോത്രം യോഗത്തിന് ചെന്ന് ഏറ്റവും ഫ്രണ്ടിൽ ചെന്നെങ്കിരുന്നു. ഏറ്റവും ഫ്രണ്ടിൽ മുഴങ്കാലെ തന്നെ ഇരുന്നു. കാല് വേദനിച്ചിട്ടും കാലേന്ന് മാറിയില്ല, മുഴങ്കാലേന്ന് മാറിയില്ല, അങ്ങനെ തന്നെ കടിച്ചു പിടിച്ചെങ്കിരുന്നു. അമ്മസോത്രം കണ്ണടച്ച് ഉറക്കെ പാട്ട് പാടി. അമ്മസോത്രം കൈയൊക്കെ വലിച്ചങ്ങടിച്ചു. അമ്മസോത്രം കണ്ണടച്ച് പാടാൻ തുടങ്ങുമ്പോൾ മമ്മൂട്ടിയും കുഞ്ഞൂട്ടിയൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുക. ശാസിച്ചിട്ട് പിന്നെയും കണ്ണടയ്ക്കാൻ തുടങ്ങി. അമ്മസോത്ര ഇതിനെയൊക്കെ ശാസിച്ച് പിന്നെയും കൈയടിച്ച് അമ്മസോത്ര പ്രാർത്ഥിച്ച് ആടിച്ചങ്ങ് പൊട്ടിച്ചു. അടുത്തിരിക്കുന്നവരെ മൂക്കെ കൊണ്ടുവന്ന് ഞാൻ കാര്യമാക്കിയതേ ഇല്ല. ആടിച്ച് തകർത്ത് വയർത്ത് കുളിച്ച് ഇപ്പം വിയർക്കുന്നതിനെക്കാട്ടും വെട്ടി വിയർത്ത് അമ്മസോത്ര അവൻ്റെ ഒരു ഇല്ലാത്ത പരുവത്തിലായി. അമ്മസോത്ര ഇങ്ങനെ അണച്ചിങ്ങനെ ഇരിക്കുക. അമ്മസോത്ര എന്നെ കണ്ടപ്പം പാസും അമ്മസോത്ര ബാക്കിയുള്ളവരൊക്കെ വിചാരിച്ചു അമ്മസോത്ര എടാ യവനെ പോലെ നല്ലൊരു ആത്മീയൻ ചെറുക്കനുണ്ട് വേറെ. സ്വത്രം പറഞ്ഞില്ല. അമ്മസോത്രം മനുഷ്യനെ കളിപ്പിക്കാൻ ഇതൊക്കെ മതി. സ്വത്രം അമ്മസോത്രം പ്രയോഗിച്ച് നോക്കിക്കോ, നന്നായിട്ട് ഫലപ്പെടും. അമ്മസോത്രം പെന്തക്കോസുകാരെ കളിപ്പിക്കാൻ ഒറ്റ പരിപാടി ഇതേ ഉള്ളൂ. താകർത്ത് കൈയടിക്കുക, താകർത്ത് അലറി പാടുക. അമ്മസോത്രം അടിച്ച് പൊട്ടിച്ച് ഉയർത്ത് കുളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ ഇരിക്കാമെങ്കിൽ പറയവനെ പോലെ പക്ക ആത്മീയൻ എന്നൊക്കെ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് എടുത്ത് കൈ തരും. അമ്മസോത്രം പക്ഷെ സ്വർഗത്തിലെ അപ്പച്ചനെടുക്ക പരിപാടി നടക്കത്തില്ല. അമ്മ ഞാൻ ഈ ആരാധനയൊക്കെ കഴിഞ്ഞു ദൈവദാസൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ദൈവവചനമൊക്കെ ഇങ്ങോട്ട് ശുശ്രൂഷിച്ച് അമ്മചോദനം വ്യക്തമായിട്ട് ഇങ്ങനെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ദൈവവചന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് അമ്മചോദനം പുള്ളി അവസാനം പറഞ്ഞ് കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അവസാനം ദൂതെടുക്കാൻ തുടങ്ങുക. അമ്മചോദനം ദൂത് പറയാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുന്ന അറിഞ്ഞപ്പോഴേ എനിക്ക് പിടികിട്ടി, ഇനി പിടിച്ചാൽ കിട്ടത്തില്ല. ഇതുവരെയൊക്കെ പിടിച്ച് ഒരു വിധത്തിലൊക്കെ പിടിച്ച് കളിപ്പിച്ചൊക്കെ ഇരുന്നു. പക്ഷേ ഇനി പിടിവിട്ട് പോയി എന്ന് മനസ്സിലായപ്പോൾ വിരൽ കുത്തി ഒടിക്കാൻ പ്രാർത്ഥിക്കാൻ അമ്മചോത്രം അടുക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയാ. എന്റെ പൊന്നച്ച അമ്മചോത്രം എന്നെ ചവിട്ടിയച്ച ദൈവദാസൻ പുറകെ പോയി അമ്മ പലരോടും പച്ചലും കത്രിക്കാൻ പോലെ ദൂത് പറഞ്ഞിട്ട് എന്നെ പിടിച്ചില്ല. സ്വത്രം പറഞ്ഞില്ലല്ലോ. ഞാൻ പുറത്തോട്ടിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു എൻ മനമേ ഈ പ്രവാചകൻ കള്ളനാ. ഇത് ഒറിജിനലായിരുന്നെങ്കിൽ എൻ്റെ കാര്യം പറഞ്ഞേനെ. ഈ പുള്ളി ഒറിജിനലായിരുന്നു എൻ്റെ കാര്യം പറഞ്ഞേനെ. ഈ പുള്ളി എൻ്റെ കാര്യം പറയാഞ്ഞോണ്ട് ഈ പുള്ളി ആരാ? കള്ളനാ. അമ്മചോത്രം ശ്രദ്ധിച്ചോണേ ദൈവമക്കളെ. ചിലതൊക്കെ തമ്പുരാൻ പരസ്യമാക്കാത്തത് നിന്നെ പരസ്യക്കോലമാക്കാൻ മനസ്സില്ലാത്തോണ്ടാണ് ഇന്ന് രാത്രി തിരിച്ചറിയാൻ കഴിഞ്ഞ ഭാഗ്യം. ഓ ജീസസ്, ഹല്ലേലൂയ. നീ പോയതും ചെയ്തതും വന്നതുമായ പാതകൾ ഈ പരസ്യ വേദിയിൽ വിളിച്ചു പറഞ്ഞാൽ ആമേൻ നിനക്കൊണ്ടാകുന്ന അപമാനം എന്റെ തമ്പുരാൻ ആമേൻ മനസ്സിലാക്കിയിട്ട് അതിനെ പരസ്യമാക്കാതെ വിട്ടപ്പോ അത് ലൈസൻസ് ആയിട്ട് നീ വിചാരിക്കരുതേ. തെറ്റാവർത്തിക്കാനുള്ള ലൈസൻസ് അല്ലാതെ പാപം ആവർത്തിക്കാൻ പാടില്ല. സ്വത്രം
ചിലതിനെ പരസ്യമാക്കാതെ തന്നെ അമിസ്തോത്രം നിന്നോട് വ്യക്തമായി ദൈവാത്മാവ് ഇടപെടുമ്പോൾ അനുദപിച്ച് മടങ്ങി വരുവാൻ മനസ്സ് വെച്ചോണം. അനുദപിച്ച് മടങ്ങി വരുവാൻ മനസ്സ് വെച്ചോണം. മറുത്ത് മത്സരിക്കരുത്. എന്നോട് ദൈവം ഇടപെടുന്നു എന്ന് വ്യക്തമായി ബോധ്യം വരുമ്പോഴും വചനത്തിൽ കൂടെ നിന്നോട് ദൈവാത്മാവ് വിവേചിച്ച് ഇടപെടുമ്പോഴും അതിനെ കണ്ടില്ല കേട്ടില്ലെന്ന് കളഞ്ഞ് നിരാത്മാവൻ മുഖം പിടിച്ച് മാറിക്കളയരുത്. മുഖ്യനടുത്ത് സമർപ്പിക്കുക, ഏൽപ്പിച്ചു കൊടുക്കേണ്ടടുത്ത് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ചർച്ചിലെ സകല ആൾക്കാരെ ഞാൻ കളിപ്പിച്ചു, പക്ഷേ സ്വർഗത്തിലെ അപ്പച്ചനെ കളിപ്പിക്കാൻ പറ്റിയില്ല. അധിക നാള് തമ്പുരാൻ എന്നെ കയറൂരി വിട്ടില്ല. കൂച്ചുവലം കിട്ട് തമ്പുരാൻ പിടിച്ചു. വേഷം കെട്ടുകൊണ്ട് മനുഷ്യനെ കളിപ്പിക്കാം, പക്ഷെ രഹസ്യ പാപങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. രഹസ്യ ജീവിതത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. വ്യക്തിപരമായ ജീവിതത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. എന്റെ നടപ്പറിയുന്നവൻ, എന്റെ ഇരിപ്പറിയുന്നവൻ, എന്റെ ചിന്ത അറിയുന്നവൻ ഒരു ദൈവമുണ്ട്. Glory to God. Hallelujah. ലോകത്താരും കണ്ടില്ലായിരിക്കുക, ലോകത്തിൽ ആരും അറിഞ്ഞില്ലായിരിക്കുക, വേറെ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരിക്കുക, പക്ഷെ സകലതും അറിയുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. എന്തോ ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ അത് വീണ്ടും ആവർത്തിച്ച് പറയാൻ നിയോഗം തരുന്നത് കൊണ്ട് വീണ്ടും ഞാൻ വിളിച്ചു പറയാം, നിന്റെ രഹസ്യ പാപങ്ങളെ ഇനി ആവർത്തിക്കരുത്. രഹസ്യ പാപങ്ങളെ ഇനി ആവർത്തിക്കരുത്. ദൈവത്തിന്റെ ഇഷ്ടം നിന്റെ ശുദ്ധീകരണമാണ്. ദൈവത്തിന്റെ ഇഷ്ടം നിന്റെ മടങ്ങി വരവാണ്. Praise the Lord. മറഞ്ഞിരിക്കുന്ന പാപം ഹല്ലേലൂയ, രഹസ്യ പാപം. അമിസ്തോത്രം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് സ്വമേധാ പാപം. അമിസ്തോത്രം 1:12 വാക്യത്തിൽ പറഞ്ഞത് രഹസ്യ പാപമാണെങ്കിൽ 13-ാം വാക്യത്തിൽ പറയുന്നു സ്വമേധാ പാപം എന്ന് പറഞ്ഞാൽ മനസ്സോടെ, അറിവോടെ, മനഃപൂർവ്വം ചെയ്ത പാപം. അമിസ്തോത്രം രഹസ്യമായി ഞാനും ദൈവവും മാത്രം അറിയുന്ന പാപം, തെറ്റാന്ന് എനിക്കറിയാകുന്ന പാപം. അമിസ്തോത്രം രഹസ്യമായി ഞാൻ ചെയ്തു കൂട്ടിയത്, ലോകത്തിൽ വേറെ ആരും അറിയാത്തത് എനിക്ക് നന്നായി അറിയാവുന്നതുമായ രഹസ്യഭാവം. അടുത്തത് പറയുന്നു തെറ്റാന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം മടികൂടാതെ ചെയ്ത പാപം, അവൻ സ്വമേധാ ചെയ്ത പാപം. Praise the Lord. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന 10-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആമേൻ, മനഃപൂർവ്വം പാപം ചെയ്യുന്നവർക്ക് വേണ്ടി ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല. മനഃപൂർവ്വം പാപം ചെയ്യുന്നവർക്ക് വേണ്ടി ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല. അവൻ കാത്തുന്ന തീ പൊയ്ക മാത്രമാണ് മുമ്പിലുള്ളത്. ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല. വാത്സല്യ സഹോദരങ്ങളെ, മനഃപൂർവ്വം പാപം ചെയ്യരുതേ. തെറ്റാണ് എന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം പാപത്തിലേക്ക് ഇറങ്ങി പോകല്ലേ. Glory to God. Glory to God. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അമിസ്തോത്രം പലപ്പോഴും ലോകത്തിൽ ജീവിക്കുമ്പോൾ അമിസ്തോത്രം നമ്മൾ ഇതിനകത്ത് കിടന്ന് കുഴഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മളെ ദൈവം വിളിച്ചത് വിശുദ്ധിക്കാന്നുള്ള ഗൗരവമേറിയ സത്യം നമ്മൾ മറന്നു കളഞ്ഞിട്ട് പലതിനെ കൂട്ടത്തിൽ നമ്മൾ കൂടുക. എന്നാൽ ദൈവവചനം പറയുന്നു പലതിനെ കൂട്ടത്തിൽ കൂടുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പാപമാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പാപമാ. ഹല്ലേലൂയ. ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് ബിലയാം എന്ന് പറയുന്ന ഒരു പ്രവാചകനെ വിളിച്ചുകൊണ്ട് വന്ന് കുന്നിന്റെ മുകളിൽ കയറ്റി നിർത്തി ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ആ മനുഷ്യൻ പർവ്വത മുകളിലേക്ക് കയറി അമിത്ര ജനത്തെ ശപിക്കുവാൻ വേണ്ടി വാതുറന്നത് പക്ഷെ വായിൽ നിന്ന് വന്നത് അനുഗ്രഹത്തിന്റെ വാചകമാ. വന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതാ തനിച്ചു പാർക്കുന്നൊരു ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ തനിച്ചു പാർക്കും ഒരു കൂട്ടം. ഓ ഹല്ലേലൂയ. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ തനിച്ചു പാർക്കുന്ന ഒരു കൂട്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും പറയും, പാസ്റ്ററെ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുകയല്ലേ, മറ്റുള്ളവരെയൊക്കെ എന്തിനാ വെറുപ്പിക്കുന്നത്, എന്തിനത്തെ അമിസ്തോത്രം അവരുടെയൊക്കെ വെറുപ്പ് സമ്പാദിക്കുന്നത്. അമിസ്തോത്രം അതിനും ഇതിനുമൊക്കെ പോയി ഒത്താശ ചെയ്തിട്ട് ഇതിനകത്തിരുന്ന് കുലുങ്ങിയിട്ട് ഒരു പ്രയോജനമില്ല കേട്ടോ. ഇത് എൻ്റെ വാചകമല്ല, വേദപുസ്തകം എന്താ പറയുന്നത് നോക്കിക്കേ. ഇരമ്യാ പ്രവചനം ഒന്നെടുത്തേ. ഇരമ്യാ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വേഗം വായിച്ചേ. ഇരമ്യാ പ്രവചനം 7-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ.
നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അവൻ യഹോവയായ ദൈവം യിരെമ്യാവിനോട് പറയുകയാ, നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. കണ്ണുനീരിന്റെ പ്രവാചകനായ ഇസ്രായേലിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഉപയോഗിക്കപ്പെടുന്ന യിരെമ്യാവിനോട് ദൈവം പറയുന്നു, നീ പ്രാർത്ഥിക്കരുത്, നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. ഹോ, ദൈവം അങ്ങനെ പറയുമോ? പ്രൈസ് ദി ലോർഡ്. എന്താ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞത്? വായിച്ചേ. അവർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും കഴിക്കരുത്, എന്നോട് പക്ഷപാതം ചെയ്യുകയും ചെയ്യരുത്. ഇനി അഥവാ നീ പക്ഷപാതം കഴിച്ചാൽ നിന്റെ അപേക്ഷ ഞാൻ എന്ത് ചെയ്യത്തില്ല, കേൾക്കത്തില്ല. ഈ ജനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. ഇനി അഥവാ നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഞാൻ കേൾക്കത്തില്ല. എന്താ കാരണം? അടുത്തത്, യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിന്റെ വീഥികളിലും ഈ ജനം ചെയ്യുന്നതും നടക്കുന്നതും നീ കാണുന്നില്ലയോ? അടുത്തത്, എനിക്ക് കോപം വരത്തക്കവണ്ണം അവർ ആകാശരാജ്ഞിക്ക് അപ്പം ചുടേണ്ടതിനും അന്യ ദേവന്മാർക്ക് പാനീയയാഗം പകരേണ്ടതിനും മക്കൾ വിറക് പറക്കയും അപ്പന്മാർ തീ കത്തിക്കയും സ്ത്രീകൾ മാവ് കുഴയ്ക്കയും ചെയ്യുന്നു. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് വാക്യം മനസ്സിലായോ? മക്കൾ വിറക് പറക്കുന്നു, അപ്പന്മാർ തീ കത്തിക്കുന്നു, സ്ത്രീകൾ മാവ് കുഴയ്ക്കുന്നു. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ജാതീയ ദൈവങ്ങൾക്ക് ബലി കഴിക്കാൻ, ആകാശരാജ്ഞിക്ക് ബലി കഴിക്കാൻ അമിതർ വിശുദ്ധന്റെ സന്തതി വിറക് പറക്കാൻ പോയേക്കുക. മനസ്സിലാവുന്നോ? മനസ്സിലാവുന്നോ? വീണ്ടെടുപ്പ് പ്രാപിച്ച, രക്തത്തിന്റെ അടയാളമിട്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ ജനം ഇപ്പോൾ എന്തോ ചെയ്യുക? പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ജാതീയ ദേവന്റെ ക്രിയകൾക്ക് കൂട്ടുനിൽക്കാൻ പോവാ. പെന്തക്കോസ്തുകാരാ, യേശുവിന്റെ രക്തത്തിന്റെ വിലയായ ദൈവത്തിന്റെ പൈതലേ, ലോകത്തിന്റെ കോനാമ്പീഴ്ചയ്ക്ക് നീ കൂട്ടുനിൽക്കാൻ പോകരുത്. പരിശുദ്ധാത്മ നിയോഗത്തോടെ ഇന്ന് രാത്രി ഞാനിത് പറയുന്നത് വളരെ ഗൗരവമായി. ദൈവാത്മാവ് ചിലരെ തർജ്ജനം ചെയ്ത് ദൂത് പറയുകയാ, ചിലരെ വാൺ ചെയ്ത് ദൈവാത്മാവ് പറയുകയാ, നീ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ ആവശ്യമില്ലാത്തതിന് കൂട്ടുനിൽക്കരുത്. ദൈവവചനത്തിന് വിരുദ്ധമായതിന് നീ ഒത്താശ ചെയ്യരുത്. അത് പാപമാ, അത് പാപമാ. സ്വത്രം സ്വത്രം. വചനത്തിനില്ലാത്ത കാര്യത്തിന് ഒത്താശ ചെയ്യാൻ കൂട്ടുകൂടരുത്. വേദപുസ്തകത്തിന്റെ പ്രമാണത്തിനകത്തില്ലാത്തതിന് കൈത്താങ്ങ് കൊടുക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ, കയ്യടിക്കാൻ പോകരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇടപാടുകൾക്ക് പെന്തക്കോസ്തുകാരൻ പോകരുത്. സ്വത്രം പറഞ്ഞില്ലല്ലോ. അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പെന്തക്കോസ്തുകാരൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, പിന്നല്ലേ പോന്ന്. ദൈവത്തിന് സ്തോത്രം. ഹംസോത്രം. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നാ ദൈവമക്കളെ? ഇതൊക്കെ എവിടുന്ന് വന്നതാ? ഇതിൻ്റെയൊക്കെ പിന്നിലെ ഹംസോത്രം റൂട്ട് ഏതാ? ഹംസോത്രം. നമ്മൾ ഇത് ചെയ്തു കൂട്ടുന്ന വേദപുസ്തകം കക്ഷത്തി വെച്ചോണ്ടാ നമ്മളിത് പലതും ചെയ്യുന്നത്. സ്തോത്രം പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മളിതൊക്കെ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ റൂട്ട് എവിടാ? പ്രൈസ് ദി ലോർഡ്. ഹംസോത്രം. ചർച്ചിനകത്ത് വന്ന് കയ്യടിച്ചത് കൊണ്ടോ കമലന്മാല ഊരിയത് കൊണ്ടോ ഹംസോത്രം വെള്ളം ഉടുപ്പിട്ടത് കൊണ്ടോ ഒന്നും ആത്മീയനാകുന്നില്ല, വിശുദ്ധനാകുന്നില്ല. ദൈവം വെച്ച വ്യവസ്ഥ പാലിക്കണം, ദൈവം വെച്ച പ്രമാണം പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. വ്യവസ്ഥ പ്രകാരം ഓടണം, വ്യവസ്ഥ പ്രകാരം ഓടണം. എല്ലാവരും ഓടുന്ന കൂട്ടത്തിൽ ഓടിയിട്ട് കാര്യമൊന്നുമില്ല. വ്യവസ്ഥ പ്രകാരം ഓടണം, പ്രമാണ പ്രകാരം ഓടണം. അപ്പം എന്തോ എനിക്കറിയത്തില്ല, ദൈവാത്മാവ് ഇന്ന് പകൽ എന്താ ഇങ്ങനെ റൂട്ട് കൊണ്ടുവന്നത്? എൻ്റെ വിഷയം ഇതല്ല, പക്ഷേ ദൈവാത്മാവ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശ്രദ്ധിച്ചോടെ. അപ്പം രഹസ്യ പാപങ്ങളും പരസ്യ പാപങ്ങളും ദൈവസ്ഥയിൽ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കണം. അവൻ സദൃശവാക്യം 28-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഹല്ലേലൂയ. ലംഘനങ്ങളെ മറച്ചു വെച്ചിട്ട് കുലുങ്ങിയ തമ്പുരാൻ കേൾക്കത്തില്ലെന്ന്. സ്വോത്രം 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 സ്വോത്രം. ലംഘനങ്ങളെ മറച്ചു വെച്ചിട്ട് കുലുങ്ങിയ തമ്പുരാൻ കേൾക്കത്തില്ലെന്ന്. ഏറ്റു പറയേണ്ടത് ഏറ്റു പറയണം, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാ. പണ്ടൊരിക്കലും ഒരു കച്ചൻ ചെയ്തതുപോലെ ഞാനൊരിക്കലും എങ്ങോ ഒരു കഥ കേട്ടു. അമിസോത്രം നടന്നതാണോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കേട്ടൊരു കഥയാ, ഒറ്റ വാക്കി പറഞ്ഞങ്ങ് വിടാം. അമിസോത്രം. ഒരിക്കലൊരു പയ്യനെ
അമ്മ ഒരു വാച്ച് മോഷ്ടിച്ചു. അത് വേറെ ആരുടെ വാച്ചല്ല, പള്ളിയിലെ അച്ഛൻ്റെ വാച്ച് തന്നെ മോഷ്ടിച്ചേ. അമ്മ അച്ഛൻ്റെ വാച്ച് മോഷ്ടിച്ചോണ്ട് അമ്മ എവനങ്ങ് പോയി. അമ്മ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. യവന് സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട് അമ്മ യവൻ അതുകൊണ്ട് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ തുടങ്ങി. അവസാനം അവനൊരു കുറ്റബോധം വന്നിട്ട് അവൻ പറഞ്ഞു, അമ്മ എന്തായാലും ഈ വാച്ച് കൊണ്ട് തിരിച്ച് അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുക്കണം. അമ്മ പറ്റിപ്പോയി, അച്ഛൻ്റെ വാച്ചല്ലേ, തിരിച്ചു കൊണ്ട് കൊടുത്തേക്കാം എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിൽ വന്നു. പെട്ടെന്ന് ആരോ അവനോട് പറയുന്നു, ഇത്രയും ദിവസമായി മോഷ്ടിച്ചിട്ട് ഇതുവരെ ആരും നിന്നെ പിടിച്ചില്ല, ഇതുവരെ ആരും നിന്നെ അന്വേഷിച്ചില്ല, ഇനി ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ പിടി വീണാലോ. അമ്മ അതുകൊണ്ട് വേണ്ട. എന്തുവായാലും സമ്മിശ്രമായ ഈ വികാരങ്ങൾക്കിടയിൽ അമ്മ അവൻ അച്ഛൻ്റെ അടുക്കൽ കുമ്പസരിക്കാനായിട്ട് തീരുമാനിച്ചു. അച്ഛൻ്റെ അടുക്ക കുമ്പസരിക്കാൻ തീരുമാനിച്ചു. അച്ഛൻ്റെ അടുക്ക ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛോ എനിക്ക് തെറ്റുപറ്റി അച്ഛോ. അമ്മ അച്ഛൻ ചോദിച്ചു, എന്താണ് കുഞ്ഞെ? അമ്മ ഇതുപോലെ ഞാനൊരു വാച്ച് മോഷ്ടിച്ചു. ഉടനെ അച്ഛൻ ചോദിച്ചു, എടാ കുഞ്ഞെ അത് പാവമല്ലേ, എന്തിനാ നീ മോഷ്ടിക്കുന്നത് തെറ്റാ കേട്ടോ, അങ്ങനെ ചെയ്യരുത്. ഉടനെ അച്ഛൻ പറഞ്ഞു, അമ്മ ഈ പയ്യൻ ചോദിച്ചു, അച്ഛൻ ഇനി അതിനെന്തുവാ പ്രതിവിധി എന്തുവാ? ഉടനെ അമ്മ അച്ഛൻ പറഞ്ഞ കാര്യം ചെയ്യും, നീ മോഷ്ടിച്ച സാധനം തിരിച്ചു കൊണ്ട് കൊടുക്കുക, അതാ അതിൻ്റെ പ്രതിവിധി. അമ്മ അങ്ങനെ ചെയ്യണം. അമ്മ ഉടനെ ഈ പയ്യൻ എടുത്ത വയലിൽ വെച്ചു, അച്ഛോ അത് അച്ഛന് വേണോ അച്ഛോ? ഉടനെ അച്ഛൻ പറഞ്ഞു, എനിക്ക് വേണ്ട, നീ മോഷ്ടിച്ചത് എനിക്കെതിരെ, എനിക്ക് വേണ്ട. ഉമേശ്വര ഈ പയ്യന്റെ അടുത്ത വാചക, അച്ഛോ അതിന്റെ ഉടയനത് വേണ്ട എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യണം അച്ഛോ? സ്വത്രം പറഞ്ഞില്ല. ഉടയൻ വേണ്ടെന്ന് പറ, എന്നാ പിന്നെ നീ അങ്ങ് എടുത്തോ കുഞ്ഞെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പല ഇടപാടുകളും ഒപ്പിച്ച് വന്നിട്ട് ഇവിടെ വന്ന് കർത്താവെ പറ്റിപ്പോയി, പറ്റിച്ച വന്ന് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ വീണ്ടും അതിന് മണ്ടയിരുന്ന് കുലുങ്ങുക. ഏറ്റു പറയേണ്ടത് ഏറ്റു പറയുകയും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുകയും ചെയ്യണം. സ്വത്രം. തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിക്കുക മാത്രം പോരാ, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം. സ്വത്രം 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 സ്വത്രം. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം, വിട്ടുകളയേണ്ടത് വിട്ടുകളയണം. ഇതിനകത്തിരുന്ന് വചനമൊക്കെ കേൾക്കുമ്പോൾ ഒരു കുലുക്കവും ഒരു ചാട്ടവും അംശതരം ഒരു ഭക്തിയും ഒരു ആത്മീയവും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് വരും. ഇത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ പിന്നെയും ഓൺ ദ കോക്കനട്ട് ട്രീ. ദൈവത്തിന് സ്തോത്രം. അംശതരം ആ പരിപാടി മാറ്റണം. അംശതരം ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചേ പറ്റുള്ളൂ, വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞേ പറ്റുള്ളൂ. എന്തോ ദൈവാത്മാവ് ഇതിനകത്ത് ചിലരെ സ്നേഹിക്കുന്നത് കൊണ്ട് വളരെ കർശനമായ ഭാഷയിൽ വിളിച്ചു പറയുകയാ. അംശതരം രഹസ്യ പരസ്യ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധിയിലേക്ക് മടങ്ങി വരിക, വിശുദ്ധിയിലേക്ക് മടങ്ങി വരിക. അവൻ നിങ്ങളെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കത്രേ തിരഞ്ഞെടുത്തവേ, അവൻ നിങ്ങളെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കത്രേ തിരഞ്ഞെടുത്തവേ. Praise the Lord. എൻ്റെ പ്രാണനെ അവൻ പരിപാലിച്ചത് അശുദ്ധിക്കകത്ത് പോകാനല്ല. എൻ്റെ ആയുസ്സിന് ഭംഗം വരാതെ സൂക്ഷിച്ചത് അശുദ്ധിക്കകത്ത് പോകാനല്ല. അമിസ്വത്രം ഞാൻ മരണത്തിൽ അകപ്പെട്ടു പോകാതെ, അവൻ അപകടത്തിൽ പെട്ടിട്ടും ഞാൻ നഷ്ടപ്പെട്ടു പോകാതെ എൻ്റെ തമ്പുരാൻ എന്നെ താങ്ങി നിർത്തിയത്, എൻ്റെ ദൈവം എന്നെ സൂക്ഷിച്ചത് അശുദ്ധിക്കകത്ത് വീഴാനല്ല, വിശുദ്ധിയോടെ നിൽക്കാനാണ്, വിശുദ്ധിയോടെ നിൽക്കാനാണ്. ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്ത് നിൽക്കുക. ഇന്ന് രാത്രി വേണ്ടി വില കൊടുത്ത് നിൽക്കുവാൻ, വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്ത് നിൽക്കുവാൻ, വിടേണ്ടതിനെ വിട്ടുമാറുവാൻ, അകലേണ്ടതിനോട് അകന്നു മാറുവാൻ, വിശുദ്ധിക്ക് വില കൊടുത്ത് നിൽക്കുവാൻ. Praise the Lord Jesus. Hallelujah. Hallelujah. ഒരുപക്ഷേ അമ്മസോദരൻ ഇന്ന് പകൽ ഞാനിത് ഈ രാത്രി ഞാനിത് ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, അമ്മസോദരൻ എങ്ങാണ്ടൊന്ന് വന്ന് ചെറുക്കൻ ഏതാണ്ടൊക്കെ വിളിച്ചു പറയുന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് പകൽ രാത്രിയിൽ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ ദൈവദാസന്മാരെ, ഞാൻ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് 100% അറിയാം. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ കർത്താവ് ഇതിന് സാക്ഷിയാണ്. അമ്മസോദരൻ ഞാൻ ആരാന്ന് അറിയാകുന്നൊരുത്തൻ, ഞാൻ എവിടുന്ന വന്നെന്ന് അറിയാകുന്നൊരുത്തൻ, ഇന്നലെ ഞാൻ എവിടാണെന്ന് അറിയാകുന്നൊരുത്തൻ, ഇനി ഞാൻ ഈ പറയുന്ന ഓരോ വാക്കിന് കണക്ക് കൊടുക്കേണ്ട ഒരു ദൈവം, അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഹല്ലേലൂയ. എന്തേലും വിളിച്ചു പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഈ പറയുന്ന വചനം ഞാൻ കണക്ക് കൊടുക്കേണ്ട വചനം തന്നെയാണ്. Praise the Lord. വളരെ ഗൗരവമാണ് പ്രസംഗിക്കുന്ന ഞാൻ, കേൾക്കുന്ന ജനമോ ഒരുമിച്ച് വിശുദ്ധിയിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോ അത് ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവാത്മ പറയുമ്പോ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഓടി മാറരുത്, സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഓടി മാറരുത്, ദൈവ ഇഷ്ടത്തിലേക്ക് ഓടി വരിക.
Praise the Lord. Hallelujah. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധിയാണ്, നമ്മുടെ വിശുദ്ധിയാണ്. അപ്പോൾ ഇങ്ങനെ വിശുദ്ധിയോടെ നിന്നാൽ ഉണ്ടാകുന്ന നേട്ടം എന്തുവാ, അതുകൊണ്ടുള്ള ഗുണം എന്തുവാ, എന്തിനാ നമ്മൾ ഇത്ര ത്യാഗപ്പെട്ട് ഇത്ര കഷ്ടപ്പെട്ട് വിശുദ്ധിയോടെ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തുവാ? അപ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിൽ തന്നെ അവൻ പരിശുദ്ധാത്മാവ് അപ്പോസ്തലൻ പൗലോസിൽ കൂടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 4-ാം അധ്യായം അതിലെ 16-17 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. 16-17 വാക്യങ്ങൾ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയോ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യോ. അവ ശ്രദ്ധിച്ച്, വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുമ്പോൾ തന്നെ ദൈവാത്മ പറയുന്നു, ഇവിടെ വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി പലതും വർജിച്ച്, പലതിൽ നിന്നും ഒഴിഞ്ഞു മാറി, പലതിൽ നിന്നും ഓടി മാറി വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അമിതം നിങ്ങൾ വെറുതെ അല്ല വില കൊടുക്കുന്നത്. വെറുതെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുകയല്ല, വെറുതെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുകയല്ല. പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന, വിശുദ്ധിയോടെ നിൽക്കുന്ന തന്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ എന്റെ യേശുനാഥൻ വെളിപ്പെടാൻ പോകുകയാ. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ അവൻ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. അവൻ എന്നെ ചേർക്കുവാൻ വേഗം വരാൻ പോകുകയാ. ഇന്ന് രാത്രി പ്രത്യാശയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. വിശുദ്ധിയോടെ നിൽക്കുന്നവനെ ചേർക്കാൻ യേശു വരാൻ പോകുകയാണ്. എല്ലാ പെന്തക്കോസുകാരൻ ചേർക്കാനല്ല കേട്ടോ, ആമിസദ്രം എല്ലാ കൈയടിച്ചവരെ ചേർക്കാനല്ല, എല്ലാ പ്രസംഗിച്ചവരെ ചേർക്കാനല്ല, എല്ലാ ആമിസദ്രം ആരാധിച്ചവരെ ചേർക്കാനല്ല, രജിസ്റ്റർ ബുക്കിൽ പേരുള്ള എല്ലാവരും ചേർക്കാനല്ല, വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്തു നിന്ന അല്ല, ദൈവ ഇഷ്ടപ്രകാരം ജീവിച്ച, ദൈവ ഇഷ്ടപ്രകാരം ചുവടുകൾ വയ്ക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കാൻ യേശു വെളിപ്പെടാൻ പോകുകയാണ്. Praise the Lord. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരാൻ പോകുകയാ. അപ്പോഴെന്താ സംഭവിക്കുന്നത്? 17-ാം വാക്യം. അമിസോത്രം മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുക, ജീവനോടെ ശേഷിക്കുന്ന അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുക. ഹല്ലേലൂയ. നമുക്ക് മുമ്പേ മരിച്ചുപോയ ഭക്തന്മാർ, അവരുടെ വിശ്വാസത്തിൽ പ്രത്യാശയിൽ ജീവിച്ച, വിശുദ്ധിയിൽ ജീവിച്ച, ദൈവ ഇഷ്ടത്തിൽ ജീവിച്ച മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്ക്, അവരോട് ചേർന്ന് നാമും ഹല്ലേലൂയ അവർ നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് വാസ്തവം പറഞ്ഞ സങ്കടം തോന്നുന്നു. എന്റെ സുഹൃത്തുക്കളെ, ദൈവമക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ പരമപ്രധാന ലക്ഷ്യം കർത്താവിന്റെ വരവാ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് ശക്തിയോടെ. Praise the Lord. അമിസത്ര കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ അമിസത്ര എന്റെ ഉള്ളം ആവേശം കൊണ്ട് നിറയാറുണ്ട്. അമിസത്ര കാരണം അമിസത്ര എന്റെ പ്രാണപ്രിയന്റെ അടുക്കൽ ചെല്ലുമ്പോഴാ എന്റെ കണ്ണുനീര് തോരുന്നത്, എന്റെ കഷ്ടതകൾ തീരുന്നത്, എന്റെ പങ്കപ്പാടുകൾ തീരുന്നത്, എന്റെ സ്തുതികൾ മാറുന്നത് എന്റെ അപ്പന്റെ അടുക്കൽ ഞാൻ ചെല്ലുമ്പോഴാ. ശ്രദ്ധിച്ചോണേ, അമിസത്ര കർത്താവിന്റെ വരവിങ്ങൾ സംഭവിക്കുന്നത് ഒന്ന്, അമിസത്ര ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുക. അമിസത്രം അതിന് സുവിശേഷത്തിനകത്ത് വല്ല തെളിവുമുണ്ട് പാസ്റ്ററെ? ഉണ്ടല്ലോ. അമിസത്ര യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യം വേഗത്തിൽ വായിച്ചു വിട്ടാട്ടെ. യോഹന്നാൻ 5:25. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയോ കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയോടെ ജീവിച്ച് അവസര വേർപാടോടെ ജീവിച്ച് പ്രത്യാശയോടെ ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ദൈവത്തിന്റെ പൈതലിനെ കുറിച്ച് ലോകം ചോദിക്കും, ഇത്രയും നാൾ വിശുദ്ധിയോടെ ജീവിച്ചിട്ട് എന്നാ കിട്ടി? മരിച്ചിട്ട് അവസര ഹല്ലേലൂയ എന്നാ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ. അവസര എന്തെങ്കിലും ജീവിച്ചപ്പോൾ ചൊവ്വേന്നേരം ജീവിക്കാൻ പറ്റിയോ? അതുമില്ല. അവസരം ജീവിച്ചപ്പോൾ അവസര സുഖം അനുഭവിക്കാൻ പറ്റിയോ? ആനന്ദം അനുഭവിക്കാൻ പറ്റിയോ? ലോകം വെച്ച് നീട്ടിയ നേട്ടങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കാൻ പറ്റിയോ? ഇല്ല. അതൊന്നും അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റിയില്ല. വിശുദ്ധിക്ക് വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് അവസരം ത്യാഗപൂർണമായി ജീവിതമൊക്കെ നയിച്ചിട്ട് മരിച്ചൊടുങ്ങി പോയില്ലേ, തീർന്നില്ല സകലതോ എന്ന് പറഞ്ഞ് ലോകം നിന്ദിക്കുമ്പോ, ലോകം ആക്ഷേപിക്കുമ്പോ അവസരം ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കാൻ പോകുകയാ. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ജീവിച്ച തന്റെ ഭക്തന്മാർ, അവൻ ഭക്ത ശിരോമണികളായ അവൻ തന്റെ വിശുദ്ധന്മാർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കാൻ പോകുകയാ. അവൻ മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കാൻ പോകുകയാ. ഹല്ലേലൂയ.
ആർഭാടപൂർണമായ സുഖലോലുപതയിൽ മുഴുകിയ ഈ ലോക ജീവിതം നയിച്ചവർക്ക് കേൾക്കാൻ കഴിയാത്തതൊന്ന് മരിച്ചു കഴിഞ്ഞാൽ ഊശുതന്റെ കാതിൽ മുഴങ്ങുമെന്ന്. Glory, hallelujah, hallelujah, praise the Lord. ഇന്നത്തെ കാലത്ത് വിശുദ്ധിയോടെ ഒരു മനുഷ്യൻ ജീവിക്കുന്നതിന് ലോകത്തിന് പുച്ഛമാ, അല്ലേ? അംശത്ര നേരോടെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ലോകത്തിന് പുച്ഛമാ. അംശത്രം കോളേജിലേക്ക് ചെല്ലുമ്പോൾ, സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ ലോകം ചോദിക്കും, അംശത്രം വേറെ പണിയൊന്നുമില്ലേ? കുറെ പെന്തക്കോസുകാർ ഇറങ്ങിയേക്കുക, ഒന്നും കഴിക്കത്തുമില്ല, ഒന്നും കുടിക്കത്തുമില്ല, ഒന്നും ചെയ്യത്തുമില്ല. അംശത്രം അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്, അത് പാടില്ല, ഇത് പാടില്ല, ഒന്നും പാടില്ല. അംശത്രം അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ശക്തമായ ഉപദേശമൊക്കെ പറഞ്ഞുകൊണ്ട് അംശത്രം ഇങ്ങനെയൊക്കെ നടന്നാൽ എങ്ങനെ അംശത്രം എന്നൊക്കെ പറയുന്ന കുറെ പേർ ഇറങ്ങിയിട്ടുണ്ട്. അംശത്രം വേറെ കുറെ ന്യൂ ജനറേഷൻകാർ ഇറങ്ങിയിട്ടുണ്ട്. അംശത്രം ഇതിനകത്ത് അങ്ങനെയൊക്കെ കുറെ മണ്ടന്മാർ പറഞ്ഞ പരിപാടിയാ. നിങ്ങൾ ആനന്ദിക്കുന്നേ, നിങ്ങൾക്ക് തിന്നോ കുടിച്ചോ ആനന്ദിച്ചോ ബഹളം ഉണ്ടാക്കി എതിലേക്കൂടെയും വെക്കോ. അമിതത്ര എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒഴിഞ്ഞ് വന്നേച്ചാൽ മതി, ഞാൻ റിപ്പയർ ചെയ്ത് വിട്ടേക്കാം. സ്വതന്ത്രം പറഞ്ഞില്ല. Praise the Lord. Hallelujah. ഏതിലേക്കൂടെ വേണേലും കാട് കയറി പൊക്കോ, ഏതിലേക്കൂടെ വേണേലും പൊക്കോ, എങ്ങനെ വേണേലും നടന്നോ എന്ന് പഠിപ്പിക്കുന്നവർ ഈ വേദപുസ്തകം പിടിച്ചുകൊണ്ട് കൃപയുടെ മറവ് പറ്റി ദുരുപദേശം പഠിപ്പിക്കുമ്പോൾ ആത്മീയനകത്ത് വീണു പോകരുത്, ദൈവവേദനകത്ത് വീണു പോകരുത്. വിശുദ്ധി ദൈവത്തിന് ഇഷ്ടമാണെന്ന് വേദപുസ്തക പ്രമാണമാ. Praise the Lord. എങ്ങനെയൊക്കെ നടന്നിട്ട് അനുഗ്രഹം വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ അബദ്ധമാ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. പോട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. മനുഷ്യത്രം മരിച്ചവർ അമിതം ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്ന നാഴികയുണ്ട്. അമിതം ദൈവപുത്രന്റെ ശബ്ദം മരിച്ചവർ കേൾക്കും, അവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അതിനുശേഷം അമിതം ജീവനോടെ ശേഷിക്കുന്ന നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? അമിതം ഫിലിപ്പി ലേഖനം അമിതം 3-ാം അധ്യായം അതിൽ 20-ാം വാക്യം, ജീവനോടെ ശേഷിക്കുന്ന നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഫിലിപ്പിയർ 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവ് യേശു ക്രിസ്തു രക്ഷിതായി വരും എന്ന് ഞാൻ കാത്തിരിക്കുന്നു. അടുത്തത്, അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ ശക്തിയുള്ള അവൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തു. മനസ്സിലായോ നിങ്ങൾക്ക്? അവൻ കർത്താവിന്റെ കാഹളധ്വനിയെങ്കിൽ മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തി ദൈവം തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. ഇത്രയൊരു സ്തോത്രം പറഞ്ഞ് അതിനെ തള്ളിക്കളയല്ലേ. ആമിസദ്രക്കാരെ ഉയർത്തി ശക്തിയുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ആമിസദ്ര രോഗമുള്ള, ദുഃഖമുള്ള, സങ്കടമുള്ള നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് ചേർന്ന് അനുരൂപമാകാൻ പോകുകയോ. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? യേശു കർത്താവിന്റെ ശരീരത്തോട് ആമിസദ്ര സ്വരൂപത്തോട് അനുരൂപമാക്കപ്പെടുന്ന ശരീരത്തിന് ഉടമകളാക്കി എന്നെയും നിങ്ങളെ ദൈവം മാറ്റാൻ പോകുകയാണ്. Praise the Lord. വിശുദ്ധിയോടെ ജീവിക്കുന്ന, നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ സ്വർഗത്തെ ദൈവം നമ്മരം പറയുന്നു, നിങ്ങളുടെ ഈ ശരീരം താഴ്ചയുള്ള ശരീരമാണ്. ഇത് താഴ്ചയുള്ള ശരീരമാണ്, ഇത് രോഗമുള്ള ശരീരമാണ്, ഇത് ക്ലേശമുള്ള ശരീരമാണ്, ഇത് പ്രയാസങ്ങൾ നിറഞ്ഞ ശരീരമാണ്. പക്ഷെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവൻ തന്റെ മഹത്വമുള്ള ശരീരത്തോട് ചേർത്ത് അവൻ അനുരൂപമാക്കാൻ പോകുകയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട് അതിനകത്ത്? ഹല്ലേലൂയ. അവൻ തേജസ്സുള്ള ശരീരം ഞാൻ പ്രാപിക്കാൻ പോകുകയാ. ആ തേജസ്സുള്ള ശരീരം ഞാൻ പ്രാപിക്കാൻ പോകുകയാ. ആമേൻ, ആമേൻ. ആ ശരീരത്തെ തോൽപ്പിക്കാൻ ഒരു രോഗത്തിനും കഴിയത്തില്ല. ആ ശരീരത്തെ ബാധിക്കാൻ ഒരു രോഗത്തിനും കഴിയത്തില്ല. ആ ശരീരത്തെ ക്ഷീണിപ്പിക്കുവാൻ, തളർത്തുവാൻ, വേദനിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്റെ ശരീരം അവൻ മഹത്വമുള്ളതാക്കപ്പെടാൻ പോകുകയാ. പ്രത്യാശയോടെ പ്രത്യാശയോടെ Praise the Lord.
നമ്മുടെ താഴ്ചയുള്ള ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് ചേർന്ന് രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അതിന് കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാണ്. 4-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യങ്ങൾ. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ശ്രദ്ധിച്ചോ, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോയാൽ, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷീണിച്ചു പോയാൽ, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ബലം ക്ഷയിച്ചു പോയാൽ, സൗന്ദര്യം നഷ്ടമുള്ളതായാൽ, ഞങ്ങളുടെ അകത്ത് മനുഷ്യനെ സംബന്ധിച്ച് ഞങ്ങൾ ശക്തിയോടെ പുതുക്കം പ്രാപിക്കുകയാ. Glory. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പിന്നിലെ ലക്ഷ്യമെന്താ? കർത്താവിൻ്റെ സന്നിധിയിൽ ഉയർത്തിരിക്കുന്ന ദൈവസഭ, ദൈവമക്കൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്തോ? ഈ ശരീരം ക്ഷയിച്ചു പോകുന്നതാണ്. ഈ ശരീരം താൽക്കാലികമാണ്. ഇത് ക്ഷയിച്ചു പോയാൽ, ഇതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ, ഇതിൻ്റെ ബലമില്ലാതെ പോയാൽ, ഇതൊന്നിനും കൊള്ളാത്തതായി മാറ്റപ്പെട്ടാൽ, ഞങ്ങളുടെ അകത്തെ മനുഷ്യർ ശക്തിയോടെ ബലം പ്രാപിക്കുകയാ. ഞങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലം പ്രാപിക്കുകയാ. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഞങ്ങൾ പ്രത്യാശയിൽ വർദ്ധിച്ചു വരികയാ. ഞങ്ങൾ ശക്തിയോടെ ബലം പ്രാപിക്കും. മനുഷ്യന് പ്രാധാന്യം കൊടുക്കുകയാ. Praise the Lord. എക്സ്റ്റേണൽ ശരീരത്തിന് വേണ്ടി, നമ്മുടെ ബാഹ്യമായ ശരീരത്തിന് വേണ്ടി അമിത പ്രാധാന്യം കൊടുക്കുന്നതിന് വേദപുസ്തകമെതിരെ. അമിത പ്രാധാന്യം കൊടുക്കുന്നതിന് ശ്രദ്ധിച്ചോണേ. വില കൊടുക്കേണ്ടെന്നോ നോക്കണ്ടെന്നോ കെയർ ചെയ്യേണ്ടെന്നൊന്നുമല്ല. അമിത പ്രാധാന്യം കൊടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമേറിയ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്നതിന് 1-ാം സ്ഥാനം കൊടുക്കണം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കാൻ? അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കാൻ, പുറമെ പുതുക്കം പ്രാപിക്കാനല്ല, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കാൻ. Praise the Lord. ഈ ശരീരത്തെ എത്ര പൗഡർ ഇട്ട് കൊണ്ടു നടന്നാലും, എത്ര ഫെയർ ആൻഡ് ലവ്ലി തേച്ചാലും, എന്തെല്ലാം പെയിന്റ് അടിച്ച് കൊണ്ടു നടന്നാലും ഇത് ക്ഷയിച്ചു പോകുന്ന ശരീരമാണ്. സ്വതന്ത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പെയിന്റ് അടിച്ചാലും, എത്ര ഫെയർ ആൻഡ് ലവ്ലി തേച്ചാലും, എന്തെല്ലാം ആർട്ടിഫിഷ്യൽ പരിപാടികൾ ചെയ്താലും ഇത് ക്ഷയിച്ചു പോകുന്നതാ. ഈ ശരീരം ക്ഷയിച്ചു പോകുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 85 വയസ്സായാലും 35 വയസ്സ് പറയാൻ വേണ്ടി തലേ പെയിന്റ് പഠിച്ച് സകല പരിപാടികളും കാണിക്കുന്ന അച്ചായന്മാരും അമ്മച്ചിമാരും ഒക്കെ ശ്രദ്ധിച്ചോണേ. ഈ ശരീരത്തിന്റെ മെയിൻ്റനൻസിന് വേണ്ടി സമയം കളയാതെ അകത്തെ മനുഷ്യന് വേണ്ടത് എന്തെങ്കിലുമൊക്കെ കരുതിക്കൂ. സ്വോത്ര അകത്തെ മനുഷ്യന് വേണ്ട എന്തെങ്കിലുമൊക്കെ കരുതിക്കൂ. അല്ല, യേശു വരാറായി. സുവിശേഷങ്ങളിൽ ദൈവത്തിന്റെ വചനം പറയുന്ന കർത്താവിന്റെ വരവിന്റെ സകല ലക്ഷണങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുകയോ. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഇന്ന് രാത്രി പോകുന്നില്ല. സകല ലക്ഷണങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ രാത്രിയിൽ ദൈവസഭ തിരിച്ചറിയട്ടെ, യേശു വരാറായി. ഇനി വൈകത്തില്ല. 2000 കൊല്ലം കൊണ്ട് അഭിഷിക്തന്മാർ, ദൈവഭക്തന്മാർ പ്രസംഗിക്കുന്ന, ശക്തമായി വിളിച്ചു പറയുന്ന യേശുനാഥന്റെ വരവ് ഇനി വൈകത്തില്ല. നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പേ ആ കാഹളത്തിന്റെ ശബ്ദം നമ്മുടെ കാതിൽ മുഴക്കപ്പെടും. ഹല്ലേലൂയ. നാം ജീവനോടെ ശേഷിക്കുന്ന ഈ തലമുറയിൽ തന്നെ യേശു കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഭാഗ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം വായിച്ചാട്ടെ. കൊരിന്ത്യർ ലേഖനത്തിലെ അടുത്ത വാക്യം വായിച്ച 17-ാമത്തെ വാക്യം. ആകയാൽ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന് നിത്യഘന ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ഈ ലഘു സങ്കടം, അല്പനേരത്തേക്ക് ഈ നൊടി ഇടയിലേക്കുള്ള ഞങ്ങളുടെ അല്പം സങ്കടം, അല്പം കഷ്ടം, അല്പം വേദന അത്യന്തം അനവധിയായ സന്തോഷത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തുകയാണ്. ഹല്ലേലൂയ. ദൈവിക സന്തോഷത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തുകയാ. അനവധിയായുള്ള ദൈവിക സന്തോഷത്തിലേക്ക് ഞങ്ങളെ സജ്ജമാക്കുകയാണ്.
Praise the Lord. അതുകൊണ്ട് കഷ്ടം വന്നാലും വേദന വന്നാലും ശോധന വന്നാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, തളർന്നു പോകത്തില്ല, ഇട്ടേച്ചോടത്തില്ല. ഹല്ലേലൂയ. നൊടി നേരത്തേക്കായുള്ള ഞങ്ങളുടെ ലഘു സങ്കടങ്ങളെ ഞങ്ങൾ വകവയ്ക്കാതെ മുമ്പോട്ട് പോകുന്നു. കാരണം ഞങ്ങളുടെ ലക്ഷ്യം ഇതല്ല, ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെയല്ല, ഞങ്ങളുടെ ലക്ഷ്യം നിത്യതയാണ്. അമിസോദ്രം അടുത്ത വാക്യം എന്താ പറയുന്നത്? 18ാം വാക്യം. അമിസോദ്ര കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലിക, കാണാത്തതോ നിത്യം. എന്റെ ദൈവമക്കളെ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണോ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ എത്ര കേട്ടതാന്ന് വിചാരിച്ചാണോ മിണ്ടാതിരിക്കുന്നത്? വളരെ ഗൗരവമാകട്ടോ. ഇന്ന് രാത്രി വാസ്തവം പറഞ്ഞാൽ ഞാൻ മറ്റൊരു ഭാഗം സംസാരിക്കാൻ ആഗ്രഹിച്ചത്, എന്നാൽ മുകളില് വിശ്രമ മുറിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് ശക്തമായ നിയോഗം എന്റെ അകത്ത് തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി ഞാൻ ഈ ദൈവവചന ഭാഗം സംസാരിക്കുന്നത് വളരെ ആത്മപ്രേരണയോടുകൂടിയോ ഇന്ന് രാത്രി ഞാനത് ശുശ്രൂഷിക്കുന്നത്. ശ്രദ്ധിച്ചോണേ, കാണുന്നതല്ല കാണാത്തതൊന്ന്. കാണുന്നത് താൽക്കാലികമാണ്, കാണാത്ത നിത്യമായ ഒന്നിനു വേണ്ടി ഇന്ന് രാത്രി ഒരുങ്ങിക്കൊള്ളുക. കാണാത്ത കാണുന്ന താൽക്കാലികത്തിന് വേണ്ടിയല്ല, കാണുന്ന താൽക്കാലികത്തിന് വേണ്ടിയല്ല, കാണാത്തത് നിത്യമായതുമായതിനു വേണ്ടി ഇന്ന് രാത്രി ഒരുങ്ങിക്കൊള്ളുക. നിത്യമായതിനു വേണ്ടി, നിലനിൽക്കുന്നതിന് വേണ്ടി ഇന്ന് രാത്രി ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി ഒരുങ്ങിക്കൊള്ളുക. എനിക്ക് നിങ്ങൾക്കുമുള്ള വാഗ്ദത്തം, എനിക്ക് നിങ്ങൾക്കുമുള്ള ദൈവിക വാഗ്ദത്തം ആ നിത്യമായ സ്വർഗമാണ്, ആ നിത്യമായ സ്വർഗമാണ്. ഇന്ന് രാത്രി പ്രത്യാശയോടെ കാര്യങ്ങൾ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. കാണുന്നത് താൽക്കാലിക, കാണാത്തത് നിത്യ, കാണാത്തത് നിത്യ. പ്രത്യാശയോടെ കാണുന്നത് അഴിഞ്ഞു പോകുന്നത്, കാണാത്തത് നിത്യമായത്. Praise the Lord. കാണുന്നത് താൽക്കാലിക, കാണാത്തത് നിത്യം. അവൻ നിത്യമായതിനു വേണ്ടി ഇന്ന് രാത്രി ഒഴുങ്ങിക്കൊള്ളുക. 5-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരും പറയുന്നുണ്ട്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവൻ അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തത് ദൈവം ശില്പിയായി നിർമ്മിച്ചതുമായ ഒരു ഭവനം ഞങ്ങൾക്കുണ്ട് എന്നുള്ള ആ വലിയ പ്രത്യാശ അപ്പോസ്തലൻ കൈമാറുകയാണ്. അഭിസത്രം ശ്രദ്ധിച്ചോണ്ടേ. അഭിസത്രം ഈ വിധ കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ പോകുക. അവർ ഈ വിധ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അഭിസത്രം വിശുദ്ധിയെക്കുറിച്ച്, ദൈവ ഇഷ്ടമാകുന്ന വിശുദ്ധിയെക്കുറിച്ച്, അമിതരം അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരികയാ. അമിതരം അവസാനത്തിൽ പറയട്ടെ, ഇതിനെ അവഗണിച്ചാൽ, ദൈവ ഇഷ്ടത്തെ അവഗണിച്ചാൽ, വിശുദ്ധിയെ അവഗണിച്ചാൽ എന്ത് സംഭവിക്കും? അതുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിച്ചോ. അമിതം ദൈവ ഇഷ്ടത്തെ അവഗണിച്ചാൽ, അവൻ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 27-ാം വാക്യം, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്ന് മ്ലേച്ഛതയോ ഫോഷ്കം പ്രവർത്തിക്കുന്നവൻ ആര് അതിൽ കാണക്കയില്ല. ഗ്ലോറി, ഹല്ലേലൂയ. മ്ലേച്ഛമായത്, അശുദ്ധമായത് എന്ന് പറഞ്ഞാൽ ദൈവ ഇഷ്ടത്തിന് പുറത്തുള്ളത്, ദൈവ ഇഷ്ടത്തിന് വില കൊടുക്കാതിരുന്നത്, ദൈവ ഇഷ്ടത്തിന് അവഗണിച്ചതൊന്നും അതിൽ കണക്കത്തില്ല. സ്വത്രം പെന്തക്കോസ്തുകാരനായിരുന്നിരിക്കാം, അവസരം കാര്യങ്ങളും പഴക്കങ്ങളും തഴക്കങ്ങളും ഒക്കെ ഒത്തിരി കണ്ടിരുന്നിരിക്കാം. പക്ഷേ ദൈവ ഇഷ്ടത്തിന് പുറത്തുള്ളതൊന്നും അവിടെ കടക്കത്തില്ല. ദൈവ ഇഷ്ടത്തിന് പുറത്തുള്ളതൊന്നും അവിടെ കടക്കത്തില്ല. ശക്തമായ സന്ദേശമാകട്ടോ. ഇന്ന് രാത്രി ദൈവാത്മ വിളിച്ചു പറയുന്നു, അവസരം ദൈവ ഇഷ്ടത്തിന് പുറത്തുള്ളതൊന്നും അവിടെ കടക്കത്തില്ല, അവിടെ കടക്കത്തില്ല. ശ്രദ്ധിച്ച വാക്യം ഒന്നും കൂടെ ശ്രദ്ധിച്ചോ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്ന് മ്ലേച്ഛതയോ ഫോഷ്കും പ്രവർത്തിക്കുന്നവൻ ആര്? മ്ലേച്ഛത, ഫോഷ്ക് അത് പ്രവർത്തിക്കുന്നവര് ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഞാൻ വിളിച്ചു പറയാ, നിത്യതയ്ക്ക് നിങ്ങൾ അവകാശിയാകത്തില്ല. നിങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി പോകും.
ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണം. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണം. എന്തോ ആയാലും വേഷം കെട്ടി ഇതിനകത്ത് ഇറങ്ങിയില്ലേ, വാഗ്ദത്തം പ്രാപിക്കാൻ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. പെന്തക്കോസ്തുകാരനെന്ന ലേവലുമായി ഇതിനകത്ത് ഇറങ്ങി തിരിച്ചെങ്കിൽ ഇതിനകത്ത് വിശുദ്ധിയോടെ നിൽക്കുക. ഇതിലെ ഈ പുസ്തകം എടുത്തോണ്ട് കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങി തിരിച്ചെങ്കിൽ അതിന്റെ മാന്യതയ്ക്കനുസരിച്ച് വിശ്വസ്തയോടെ ജീവിക്കുക. അതിന്റെ വിശുദ്ധിക്കനുസരിച്ച് നേരോടെ നടക്ക്. ഇതിന്റെ വിശുദ്ധിക്കനുസരിച്ച് നേരോടെ നിൽക്ക്. ഇതിന്റെ പ്രമാണത്തിനനുസരിച്ച് കാൽച്ചുവട് വെക്ക്. ഇതിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് മുൻപോട്ട് പോ. ഇല്ല എങ്കിൽ സംഭവിക്കുന്നത് നിത്യത നിനക്ക് അന്യമായി പോകും. തെറ്റിദ്ധരിക്കപ്പെടരുത്, തെറ്റിദ്ധരിക്കപ്പെടരുത്. വാഗ്ദത്തം പ്രാപിക്കണം, വാഗ്ദത്തം പ്രാപിക്കണം. എന്താ വാഗ്ദത്തം? ഏതാ വാഗ്ദത്തം? സ്വർഗരാജ്യം എന്ന വാഗ്ദത്തം, നിത്യത എന്ന വാഗ്ദത്തം, ദൈവം ഒരുക്കുന്ന വാഗ്ദത്തം, അത് പ്രാപിക്കണം. അതാ സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ന്യായമായത് തരാ. അവൻ എൻ്റെ സ്ഥലം വിശ്വസ്തയോടെ നിൽക്കെന്ന് പറഞ്ഞ് സ്വർഗത്തിലെ അപ്പച്ചൻ എന്നെ നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്നാക്കി വെച്ചിരിക്കുകയാ. സഭയാം തോട്ടത്തിനകത്ത് അവൻ കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. ദൈവസഭയ്ക്കകത്ത് അവൻ കൊണ്ടുവന്ന് നട്ടിരിക്കുന്നു. ഇതിനകത്ത് അലംഭാവത്തോടെ നിൽക്കല്ലേ, ഉഴപ്പായി നിൽക്കല്ലേ, അഹങ്കാരത്തോടെ നിൽക്കല്ലേ, അവഗണനയോടെ നിൽക്കല്ലേ. ഗൗരവമാണ്. ഉറങ്ങാൻ ഇനി നേരമില്ല, ഉദാസീനമാകാൻ ഇനി നേരമില്ല. നിഷ്കളങ്കതയോടെ നിൽക്കാൻ തയ്യാറാകുക. പലപ്പോഴും വിശുദ്ധിയോടെ നിൽക്കാൻ, ദൈവ ഇഷ്ടത്തിലേക്ക് വരാൻ നമ്മെ തടയുന്നത് നമുക്ക് മുൻപേ പോകുന്ന പലരുടെയും പ്രവർത്തികളായിരിക്കാം. അമിതം പലരെയും കണ്ടിട്ട് നമ്മൾ ചോദിക്കുന്നു, ആ വ്യക്തി അങ്ങനെ ചെയ്തല്ലോ, ഈ വ്യക്തി ഇങ്ങനെ ചെയ്തല്ലോ, ആ വ്യക്തി അങ്ങനെ ചെയ്തെങ്കിൽ പിന്നെ എനിക്കെന്താ ഇങ്ങനെ ചെയ്താൽ? അമിതം ആ വ്യക്തിക്ക് അങ്ങനെ ചെയ്തല്ലോ, ആ വ്യക്തിയുടെ ഭാര്യ, ആ വ്യക്തിയുടെ ഭർത്താവ്, ആ വ്യക്തിയുടെ കുഞ്ഞുങ്ങൾ, അവര് ഇവര് ഇങ്ങനെയൊക്കെ പലരുടെയും കെയർ ഓഫ് പറഞ്ഞ് പാപം ചെയ്യുന്നവരുണ്ടെങ്കിൽ, പലരുടെയും കെയർ ഓഫ് പറഞ്ഞ് അശുദ്ധിക്കകത്ത് കിടന്ന് ഉരുളുന്നവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11-12 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചു വിട്ടു. 11-12 വാക്യങ്ങൾ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. Glory to God. Hallelujah. ഇന്ന് രാത്രി ഞാൻ എനിക്കുള്ള മുഴുവൻ ബലം എടുത്തോണ്ടാ പറയുന്നത്. ശബ്ദം ഞാൻ ഉദ്ദേശിച്ച അളവിന്റെ പകുതി പോലും വരുന്നില്ല. I'm really sorry about it. ശ്രദ്ധിച്ചോണേ. എൻ്റെ മുഴുവൻ ബലം എടുത്തോണ്ടാണ് ഞാൻ പറയുന്നത്. നാളത്തെ വേദി ഞാൻ എന്നാ ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല, ഉള്ള ശബ്ദം മുഴുവൻ പോയി. പക്ഷേ ഇന്ന് രാത്രി ദൈവം എനിക്കെന്ന മുഴു ബലത്തോടെ, മുഴു ശക്തിയോടെ, മുഴു ആരോഗ്യത്തോടെ, പ്രത്യാശയോടെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്തോട്ടെ, നിങ്ങൾ അവരെ നോക്കണ്ട. പാപം ചെയ്യുന്നവൻ പാപം ചെയ്യട്ടെ, വഴിവിട്ട് നടക്കുന്നവൻ അത് നടക്കട്ടെ. നിങ്ങൾ അങ്ങോട്ട് നോക്കി നിങ്ങളുടെ ലക്ഷ്യം നെട്ടിപ്പോകരുത്, നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്തരുത്. പാപം ചെയ്യുന്നവൻ പാപം ചെയ്യട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. യേശു വരാറായി. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് നേൽപ്പിച്ചാട്ടെ, ദൈവസന്നിധിയിലേക്ക് നേൽപ്പിച്ചാട്ടെ. ഓ റകമന ഹസ്തന വൈഡക നേൽക്കമന ഘടക. രാവിലത്തെ തികച്ചും വ്യത്യസ്തമായ ഒരു സന്ദേശമാ ഇന്ന് രാത്രി ദൈവാത്മാവ് തന്നത്. അവൻ ദൈവത്തിന്റെ ഇഷ്ടമാ, ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. ദൈവകരത്തിലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. ഈ സന്ദേശം ഒരു വ്യക്തിക്കെങ്കിലും വിടുതലായി മാറിയാൽ, ഒരു വ്യക്തിക്കെങ്കിലും അമിതം അകത്ത് പ്രചോദനമായി മാറിയാൽ, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരുക്കമായി മാറിയാൽ, സ്വർഗം ഇന്ന് രാത്രി അതിൽ സന്തോഷിക്കുകയാ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ദൈവകരത്തിലേക്ക് തങ്ങളെ എത്ര നേൽപ്പിച്ചു കൊടുത്താട്ടെ, ദൈവസന്നിധിയിലേക്ക് തങ്ങളെ എത്ര നേൽപ്പിച്ചാട്ടെ, ദൈവകരത്തിലേക്ക് എല്ലാവരും തങ്ങളെ എത്ര നേൽപ്പിച്ചു കൊടുത്താട്ടെ. Glory to God, Jesus. മൗനമായിരിക്കാനല്ല, മൗനമായിരിക്കാനല്ല. വായി തുറന്ന് അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്യാമോ? അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്യാമോ? ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുക. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുക. എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധിക്കത്രേ വിളിച്ചത്. എന്തിന് നമ്മൾ വിശുദ്ധിക്ക് നിൽക്കണം? എന്തിന് നമ്മൾ വിശുദ്ധിയോടെ നിൽക്കണം? യേശു വരാറായി. കർത്താവ് തൻ ഗംഭീര നാദത്തോടെ വെളിപ്പെടുവാൻ സമയമായി. അവൻ കർത്താവ് വരുമ്പോൾ മരിച്ചവർ മുമ്പേ ഉയർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിച്ചത്. യേശുവിന്റെ വചനമാണ് നിങ്ങൾ കേട്ടത്, യേശുവിന്റെ ആലോചനയാണ് നിങ്ങൾ കേട്ടത്.
ഇന്ന് രാത്രി ആരും ഒഴിവുള്ളവരല്ല, ആർക്കും ഒഴിഞ്ഞു മാറുവാൻ കഴിയുകയില്ല. ആമേശ പ്രസംഗിച്ച ഞാൻ കേട്ട ദൈവമക്കള്, ഇതിനകത്ത് ഒഴിഞ്ഞു മാറാൻ അനുവാദമില്ല, ഒഴിഞ്ഞു മാറുവാൻ അനുവാദമില്ല. ഇന്ന് രാത്രി എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കുക, എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കുക. ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ നിന്ന് മാറാൻ എത്ര പേർ തീരുമാനമെടുക്കുക? ഇപ്പോഴത്തെ കാഴ്ചവെടുകളിൽ നിന്ന് മാറി വരുവാൻ എത്ര പേർ തീരുമാനമെടുക്കുക? ഇപ്പോഴത്തെ കാഴ്ചവെടുകൾ ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരാൻ എത്ര പേർ തീരുമാനമെടുക്കുക? ദൈവ ഇഷ്ടത്തിലേക്ക് അടുത്ത് വരുവാൻ എത്ര പേർ തീരുമാനമെടുക്കുക? ഞാൻ ഇപ്പോൾ പോകുന്ന പോക്കല്ല ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഇപ്പോഴത്തെ എന്റെ ജീവിതമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പേരിനൊരു പെന്തക്കോസ്തുകാരനായി ഞാൻ പോകുന്നുണ്ട്, പേരിനൊരു പെന്തക്കോസ്തുകാരന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എനിക്ക് വരുവാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ പലതും ചെയ്യുന്നത്, എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ പല ചുമലുകളും വെക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക്, ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക്, ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് ഇന്ന് രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എത്ര പേർ തങ്ങളെ തന്നെ ഏൽപ്പിക്കും? എത്ര പേർ തങ്ങളെ തന്നെ ഏൽപ്പിക്കുക? ദൈവസന്നിധി സമർപ്പിച്ചാട്ടെ, സമർപ്പിച്ചാട്ടെ. യേശു വരാറായി, യേശു വരാറായി. ഇന്ന് രാത്രി വാത്സല്യ ദൈവമക്കളെ, യേശു വരാറായി. വളരെ ഗൗരവമുള്ള സന്ദേശം. യേശു വരാറായി, യേശു വരാറായി. ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയാത്തതുപോലെ വ്യക്തമായി ദൈവാത്മ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, യേശു വരാറായി. ഒരുങ്ങിക്കൊള്ളുക, കാഹളം കേൾക്കാറായി. യേശു വരാറായി, യേശു വരാറായി. മാലിന്യപ്പെട്ടിടാതോടിയിടുക, മണവാളൻ വരവേറ്റമടുത്തു പോയി. മാലിന്യപ്പെട്ടിടാതോടിയിടുക, മണവാളൻ മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരുങ്ങിയിട. മണിയറയിൽ പോയി വിശുദ്ധിയെ തികച്ചു നാം കരമടിച്ച് പ്രത്യാശയോടെ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങിക്കാം. പ്രിയൻ വരുവാനിൻ താമസമേറയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. തന്റെ വാഗ്ദത്തങ്ങൾ പലതും Yes, yes. Oh, Rikavare. Oh, Rikaderi. Yes, 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 yes. Hallelujah. Hallelujah. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവസഭയുടെ സ്വീകരിച്ച് ഇന്ന് പകൽക്കാലം കടന്ന് ഇന്ന് പകൽക്കാലം രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട സുഷിത കർത്താവിന്റെ ദാസൻ ദിവസയുടെ വ്യക്തികളാണ്. നന്ദിയിരിക്കും നമ്മുടെ കണ്ണുകൾ നമുക്ക് ദിവസം അടയ്ക്കുക. ഇന്ന് രാത്രികാലവും കർത്തൃപാദപീഠത്തിലായിരിക്കാൻ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവ് നമ്മുടെ ജീവിതം നൽകിയ എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. കർത്താവിന്റെ വിലയിരുത്തത്തിന് കൂടെ കർത്താവിന്റെ രാത്രികാലം നമ്മോട് വ്യക്തമായി സംസാരിപ്പാനിടയായല്ലോ. ഒരു കാലഘട്ടങ്ങളിൽ ദൈവസഭയ്ക്കകത്ത് മുടങ്ങിയ ശബ്ദമാണ് വിശുദ്ധീകരണവും കർത്താവിന്റെ മടങ്ങിവരവും. എന്നാൽ എന്തുകൊണ്ടോ ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ വിശുദ്ധിയുടെ പ്രമാണങ്ങൾ, ഹല്ലേലൂയ കർത്താവിന്റെ മടങ്ങിവരവ് ദൈവസഭകളിൽ മുഴങ്ങാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസർ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു വലിയ വാക്തത്വത്തിന് വേണ്ടി നാം വിളിക്കപ്പെട്ടവരാകിയാൽ ആ വാക്തത്വങ്ങളുടെ നിവർത്തീകരണങ്ങൾ നമ്മുടെ അകത്തളങ്ങളിൽ വെളിപ്പെടുന്നതിന് ഹല്ലേലൂയ ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത നമുക്ക് ആവശ്യമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുവല്ലോ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവർ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലെന്ന് ഭക്തൻ ആത്മാവിൽ ഓർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ നാം ഇറങ്ങിയത് സത്യം, നാം രക്ഷിക്കപ്പെട്ടത് സത്യം, നാം സ്നാനപ്പെട്ടത് സത്യം, നാം വേർപെട്ടത് സത്യം. ഹല്ലേലൂയ നാം ഇറങ്ങിയ കാലഘട്ടത്തെ വിശുദ്ധിയുടെ മാനദണ്ഡങ്ങൾ ഇന്ന് നാം പാലിക്കുന്നു എന്ന് നമ്മുടെ രഹസ്യത്തെ പരസ്യമായ ജീവിതത്തെ നോക്കിക്കൊണ്ട് ആത്മാവി നമുക്കൊന്ന് ശോധന ചെയ്യാം. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസങ്ങൾ ദൈവാത്മാവ് ശക്തമായ ശുദ്ധീകരണത്തിന് ദൂത് നമ്മോട് ഇടപെട്ടല്ലോ. ഹല്ലേലൂയ ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന ദൈവ ശബ്ദങ്ങൾ നമ്മുടെ മധ്യം മുഴങ്ങുമ്പോൾ കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ, കർത്താവിന്റെ മാറ്റമില്ലാത്ത ശബ്ദം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പിന്നെ നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. വചനം സംസാരിപ്പാൻ കർത്താവിനെ കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. വചനത്തിന്റെ വാതിൽ കർത്താവ് തുറന്നല്ലോ. ദൈവാത്മാവ് തന്റെ ഭക്തന് കൂടെ നമ്മോട് ഇടപെട്ടല്ലോ. ഓരോ ഉള്ളങ്ങളുടെ ദൈവാത്മാവ് സംസാരിച്ച എല്ലാ ദൂതുകളെയും ഓർത്ത് നമുക്ക്
സ്തോത്രം ചെയ്യും. കർത്താവിന്റെ ദാസന്റെ മടക്കയാത്ര ദിവസാന്റെ പകരുവാൻ, ശുശ്രൂഷകളെ കർത്താവ് മാനിപ്പാൻ, ഈ തലമുറ അധികാരത്തോട് ഉപയോഗിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസന്മാർക്കായി ദൈവസലായ നല്ല ദൈവജനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഏവരെയും കർത്താവ് ബലപ്പെടുത്തുവാൻ ഈ ദിവസങ്ങളിൽ വലിയ സംരക്ഷണവും സാന്നിധ്യവും കർത്താവ് നമുക്ക് ദൈവസഭയ്ക്ക് കൽപ്പിക്കേണ്ടതായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശേഷമായ ദൈവകൃപയാൽ കർത്താവ് നിറയ്ക്കുവാൻ, പുത്തൻ ആത്മതലങ്ങളിലേക്ക്, ദൈവാത്മ നിറവിലേക്ക്, പുത്തൻ ദർശനങ്ങളിലേക്ക്, കാഴ്ചപ്പാടുകളിലേക്ക് കർത്താവ് നമ്മെ നയിക്കുവാൻ, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമ്മെല്ലാവരും ആത്മാവിശ്വാസത്തോടെ ദിവസമല്ലായിരിക്കുമ്പോൾ കർത്താവിന്റെ ഒരു ദാസനമ്മയോട് സാറ് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു ഈ രാത്രിയിലെ മീറ്റിംഗ് അവസാനിപ്പിക്കും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വകീപിതാവേ, നേതാസിൽ അവിടെ വിലപ്പെടുദാസനെ ശക്തിയോടെ ഞങ്ങളുടെ മധ്യ ഉപയോഗിച്ച അവിടുത്തെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. അവിടെ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതായ ആ നിത്യനാട് നഷ്ടപ്പെടുന്ന യാതൊരു ജീവിത അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വണ്ണം വിശുദ്ധിയോടെ ജീവിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങൾക്ക് തന്നതായ ബുദ്ധി ഉപദേശത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കെട്ടിരുന്നു. അതിന് വേണ്ടുന്നതായ ദൈവ ഇഷ്ടം മനസ്സിലാക്കി ആഴമുള്ള രൂപാന്തരം വിശുദ്ധീകരണവും ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ ദൈവകൃപ തന്ന് ഞങ്ങളെ വഴിയെടുത്തണമേ എന്നങ്ങയോട് അപേക്ഷിക്കുന്നു. അതിന് വേണ്ടുന്നതായ സഹിഷ്ണുത തന്ന് ഞങ്ങളെ വഴിയെടുത്തുവാൻ ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. സൂക്ഷ്മ ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ, പിന്നെയും ഈ തലമുറയിൽ ശക്തിയോടെ ഞങ്ങളുടെ ദാസനെ കഥങ്ങളിൽ ഉപയോഗിക്കണമേ. ഏൽപ്പിച്ച സഭയെ നയിപ്പാൻ വേണ്ടുന്ന കൃപ കൊടുക്കണമേ. ഇന്ന് രാത്രിത്തെ മടക്കയാത്രയിൽ അവിടുത്തെ സൂക്ഷിപ്പും കാവലും കൊടുക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഉപസിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ബലപ്പെടുത്തണമേ, ചുറ്റുപാടുകളെ ക്രമീകരിക്കണമേ. ഉപവാസത്തിന് പ്രയാസം ഉണ്ടാകുന്ന യാതൊന്നും ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകാതെ വണ്ണം ദൈവാത്മാവ് സകലത്തെയും ക്രമീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ പറഞ്ഞയക്കണമേ. മാനവും മഹത്വം പൊഴിച്ച് ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പുണ്യപിതാവേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സമ്മതവും നമ്മളോട് നാമോത്സവ എല്ലാ വിഷയങ്ങളോടും ഈ ആത്മീയ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടതോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന് രണ്ടാമത്തെ വരി ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.